എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കഥ കഥ കസ്തൂരി ബിംബഭാഷയുടെ മഹാഭാരതം 195 അധ്യായത്തിലേക്കാണ് ഈ ആഴ്ച നമ്മൾ പ്രവേശിക്കുന്നത്. കപില മഹർഷി മൃഗഹത്യയോട് കൂടിയിട്ടുള്ള ഹിംസയോട് കൂടിയിട്ടുള്ള യാഗത്തിനെതിരെയുള്ള ഒരു തർക്കത്തിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചത്. കപിലനും സ്യൂതരശ്മിയും തമ്മിലുള്ള ചർച്ചയാണ് നടന്നത്. കപിലൻ മൃഗബലി ആവശ്യമില്ല, ഈ യജ്ഞത്തിൽ അർത്ഥമില്ല എന്ന് വാദിക്കുകയും അഥവാ യജ്ഞം നടത്തുന്നെങ്കിൽ തന്നെ അത് ധാന്യങ്ങൾ കൊണ്ട് നടത്തിയാൽ മതി, മൃഗങ്ങളെ കൊണ്ട് നടത്തേണ്ടത് ആവശ്യമില്ല എന്ന് വാദിക്കുകയും സ്യൂതരശ്മി അതിന് എതിരായിട്ട് വേദപ്രമാണമാണ്, വേദം അനുസരിച്ചാണ് മൃഗങ്ങളെ കൊല്ലുന്നത്, യജ്ഞത്തിൽ വധിക്കപ്പെടുന്ന മൃഗങ്ങൾക്ക് സ്വർഗലോകം കിട്ടും എന്ന് തുടങ്ങിയ ന്യായീകരണങ്ങൾ സ്യൂതരശ്മിയെ അവതരിപ്പിക്കുന്നു. കപിലനും സ്യൂതരശ്മിയും തമ്മിലുള്ള തർക്കത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഈ സാഖ്യയോഗത്തിന്റെ ദർശനമാണ് കപിലൻ മുന്നോട്ട് വയ്ക്കുന്നത്. ആ തർക്കത്തിൽ ആരും ജയിക്കാതെ, ആരും പരാജയപ്പെടുകയും ആരും തോൽക്കാതെയും ആണ് തർക്കം അവസാനിക്കുന്നത്. രണ്ട് ദർശനങ്ങളും വളരെ സജീവമായിട്ട് ആളുകളുടെ പരിഗണനയ്ക്കായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം. അവസാനം പറഞ്ഞത് ദക്ഷയാഗത്തിന്റെ കഥ പുതിയൊരു വ്യാഖ്യാനത്തോടെ മഹാഭാരതത്തിൽ വിവരിക്കുന്നതിനെ കുറിച്ചാണ്. ദക്ഷൻ തന്റെ യാഗത്തിന് പരമശിവനെ ക്ഷണിക്കാത്തത് കൊണ്ട് ശിവൻ ദക്ഷന്റെ യാഗത്തിന് പോകാതിരിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കേട്ട് പരിചയമുള്ള കഥ. പാർവതിയായിട്ടുള്ള വിവാഹം, ദക്ഷൻ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതും പരമശിവനെ അംഗീകരിക്കാതിരിക്കുന്നതും, ദക്ഷൻ യാഗം നടത്തുമ്പോൾ പരമശിവനെ വിളിക്കുന്നില്ല, അത്തരം കഥകളാണ് നമ്മൾ പൊതുവെ കേട്ടത്. അതിനേക്കാൾ കുറച്ചുകൂടെ ആഴത്തിൽ ഒരു അധികാര തർക്കവുമായിട്ട് ബന്ധപ്പെട്ട്, ദൈവങ്ങൾ തമ്മിലുള്ള അധികാര തർക്കവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ഈ ദക്ഷയാഗത്തിന്റെ കഥയുമായിട്ട് അവതരിപ്പിക്കുന്നത്. സുരൈർ ഏവ മഹാഭാഗേ സർവം ഏതത് അനുസ്ഥിതം യജ്ഞേഷു സർവേഷു മമ ന ഭാഗ ഉപകൽപ്പിത പൂർവോപായോപപന്നേന മാർഗേണ വരവർണ്ണിനി ന മേ സുര പ്രയച്ഛന്തി ഭാഗം യജ്ഞസ്യ ധർമ്മത. യജ്ഞങ്ങളിൽ എനിക്ക് പങ്കു തരാതിരിക്കത്തക്ക രീതിയിൽ മറ്റുള്ള ദേവന്മാർ തമ്മിൽ മുമ്പ് തന്നെ ഒരു കരാറിലെത്തിയിട്ടുണ്ട്. അതനുസരിച്ച് യജ്ഞത്തിൽ സമർപ്പിക്കുന്ന വസ്തുക്കളുടെ പങ്ക് അവർ എനിക്ക് തരാറില്ല. അതുകൊണ്ടാണ് ഞാൻ യജ്ഞഭൂമിയിലേക്ക് പോകാത്തത് എന്നായിരുന്നു മഹാദേവന്റെ മറുപടി. അപ്പം സതിയോട് പരമേശ്വരൻ പറയുന്ന മറുപടി ഇതാണ്. പോവാതിരിക്കുന്ന അച്ഛനോടുള്ള പിണക്കം കൊണ്ടോ അങ്ങനെയൊന്നുമല്ല, എനിക്ക് യജ്ഞത്തിൽ ഭാഗം തരേണ്ടതില്ല എന്ന് ഒരു നിലപാട് ദേവന്മാർ തമ്മിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നാലും എനിക്ക് യജ്ഞത്തിൽ ഭാഗം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ യജ്ഞഭൂമിയിലേക്ക് പോകാത്തത് എന്നാണ് മഹാദേവന്റെ മറുപടി. പരമശിവൻ ക്രുദ്ധനായി ദക്ഷന്റെ യാഗം മുടക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ചെല്ലുന്ന അനുചരന്മാരെ കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ. അവർ വികൃതമായ രൂപത്തോടു കൂടിയവരായിരുന്നു എന്നും പിശാചരും രാക്ഷസന്മാരും അസുരന്മാരുമൊക്കെ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നും മഹാഭാരതത്തിൽ വിവരിക്കുന്നുണ്ട്. ദേവേന്ദ്രനും മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും മറ്റെല്ലാ ദേവന്മാർക്കും യജ്ഞഭാഗം ലഭിക്കുകയും മഹാദേവന് ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് മഹാദേവൻ ക്രുദ്ധനാകുന്നത് എന്നർത്ഥം. മഹാദേവന്റെ കൂടെ നിൽക്കുന്ന ജനവിഭാഗങ്ങളാകട്ടെ പ്രാകൃത ഗോത്ര വിഭാഗക്കാരും ചാതുർവർണ്ണ വ്യവസ്ഥയെ അംഗീകരിക്കാത്തവരും ആണ്. അതിന് പുറത്തുള്ള ആളുകളാണെന്നർത്ഥം. അപ്പോൾ ആദിമ ഗോത്ര വിഭാഗക്കാരാണ് പരമശിവന്റെ കൂടെ യജ്ഞഭൂമിയിലേക്ക് പോകുന്നത്. ബ്രഹ്മാവിന്റെയും മഹാവിഷ്ണുവിന്റെയും കൂടെ വരുന്നവരാകട്ടെ, അല്ലെങ്കിൽ അതിന് യജ്ഞത്തിനുള്ള സഹായങ്ങൾ ചെയ്യുന്ന അവരുടെ അനുചരന്മാര് ചാതുർവർണ്ണ വ്യവസ്ഥയെ അംഗീകരിക്കുന്നവരും ആണ്. ഈ ചാതുർവർണ്ണ വ്യവസ്ഥയെ അംഗീകരിക്കുന്നവരും അത് അംഗീകരിക്കാത്ത ഗോത്ര ജനവിഭാഗങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷത്തിന്റെ ബിംബരൂപമാണ് മഹാദേവനും മറ്റു ദേവന്മാരും തമ്മിലുള്ള സംഘർഷമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നും പറയാം. വൈദിക മതം ഇന്ത്യയിൽ പ്രചാരം നേടുന്നതിനും അവർ അധികാരം പിടിച്ചെടുക്കുന്നതിനും മുമ്പ് ഇന്ത്യയിൽ വികാസം പ്രാപിച്ചിരുന്ന മറ്റൊരു സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് അറിയാം. സിന്ധു നദീതട സംസ്കാരം എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഹരപ്പ മോഹൻജോദാരോ സംസ്കാരം എന്നൊക്കെ പുതിയ കാലത്തിൽ അറിയപ്പെടുന്ന
സപ്തസിന്ധു സംസ്കാരം എന്ന് നമ്മുടെ പല പുരാവൃത്തങ്ങളും ഒക്കെ കാണുന്ന ആ സംസ്കാരം, ആര്യന്മാർ ഇന്ത്യയിലേക്കും വരുന്നതിന് മുമ്പുള്ള ആ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ജനതയും അവരുടെ ഈശ്വര വിശ്വാസവും അവരുടെ ദൈവങ്ങളും, ആ സംസ്കാരം പടുത്തുയർത്തിയ ജനതയും അവരുടെ ദൈവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ദൈവമായിരുന്നു പശുപതി എന്ന മഹാദേവൻ. സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് അവിടുന്ന് ഉത്ഖനനം നടത്തിയതിന് ശേഷം കണ്ടെത്തിയ വസ്തുക്കളിൽ പലകങ്ങളിലൊക്കെ തന്നെ ഈ പരമശിവനോട് ഏറ്റവും സാമ്യമുള്ള പശുപതി എന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. വൈദിക സംസ്കാരവും അവരുടെ ദൈവങ്ങളായ ഇന്ദ്രനും മഹാവിഷ്ണുവും രംഗപ്രവേശം ചെയ്തതോടെ പഴയ ദൈവങ്ങളും അവരുടെ സംസ്കാരവും അപ്രസക്തമായി. പഴയ വിശ്വാസം, പഴയ ആചാരങ്ങൾ, പഴയ മനുഷ്യരുടെ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം അപ്രസക്തമാവുകയും എല്ലാം യജ്ഞത്തിന് വഴി മാറുകയും ചെയ്തു എന്നർത്ഥം. ഈ യജ്ഞത്തിലാവട്ടെ, യാഗങ്ങളിലും യജ്ഞത്തിലും ആവട്ടെ, ഈ സിന്ധു നദിയുടെ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ദേവീദേവന്മാരുമായിട്ട് അവർക്ക് യാതൊരു പങ്കുമില്ല. അവരെ അതിൽ ആരാധിക്കുകയും ചെയ്യുന്നില്ല. ഈ ഒരു തർക്കമുണ്ടല്ലോ, ഈ ഒരു പ്രശ്നം, ആ പ്രശ്നമായിരിക്കണം ഒരുപക്ഷെ ഈ ബിംബഭാഷയിൽ പരമശിവൻ ദക്ഷന്റെ യാഗത്തിന് ക്ഷണിക്കപ്പെടാതിരിക്കുന്നതും അവിടെ ചെന്ന് അവർ തമ്മിലുണ്ടാവുന്ന സംഘർഷവും അവസാനം ദക്ഷനെ വധിക്കുന്നതും പിന്നെ പരമശിവനുമായിട്ടുണ്ടാവുന്ന ഒരു രമ്യതയും പ്രശ്നം പരിഹരിക്കുന്നതുമൊക്കെയുള്ള കഥയ്ക്ക് നിദാനം എന്ന് തോന്നുന്നു. ഭാരതത്തിലെ പ്രാദേശിക ജനവിഭാഗങ്ങളെയും അവരുടെ സംസ്കാരത്തെയും വിശ്വാസ രീതികളെയും ചേർത്തു നിർത്തേണ്ടത് ചാതുർവർണ്ണ്യ വ്യവസ്ഥയുടെയും വൈദിക മതത്തിന്റെയും ആവശ്യമായി വന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആദ്യം വന്ന കാലത്ത് ഈ അസുര രാജാക്കന്മാരുമായിട്ട് വലിയ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. വേദങ്ങളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. ഇന്ദ്രനൊക്കെ തന്നെ പുരന്തരൻ, പുരങ്ങളെ നശിപ്പിച്ചവൻ, പുരങ്ങളെ ദഹിപ്പിച്ചവൻ എന്നൊക്കെ അർത്ഥം ലഭിക്കുന്നത് തന്നെ ഇവിടെ അന്ന് ഉണ്ടായിരുന്ന സൈന്ധവ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട പുരങ്ങളെ, നഗരങ്ങളെ നശിപ്പിച്ചതിൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സംഘർഷത്തിന്റെ കഥയാണ് ഈ ഋഗ്വേദം അടക്കമുള്ള വേദങ്ങളിൽ പലപ്പോഴും ആവർത്തിച്ച് വരുന്നത്. ആ സംഘർഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു രഞ്ജിപ്പിലെത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന ജനവിഭാഗത്തിന്റെ ചില വിശ്വാസങ്ങളെ, ചില ചിന്താധാരകളെ വൈദിക മതം അതിൻ്റെതായിട്ട് സ്വീകരിക്കുകയും ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ഒപ്പം ആദിമ ജനവിഭാഗങ്ങളുടെ പശുപതിയെ കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ത്രിമൂർത്തികൾ എന്നൊരു സങ്കല്പം പിന്നീട് ഉണ്ടായി വരുന്നത്. അപ്പോൾ വേദങ്ങളിൽ ഋഗ്വേദത്തിലൊന്നും ഉള്ള ദേവന്മാരല്ല ഈ ബ്രഹ്മാവും വിഷ്ണുവും പരമശിവൻ എന്ന് പറഞ്ഞ ത്രിമൂർത്തി സങ്കല്പം. അവിടെ ഇന്ദ്രനാണ് പ്രധാനമായിട്ടും വരുന്നത്. വൃത്രനെ വധിച്ചവൻ എന്നൊക്കെ അർത്ഥത്തിൽ, വൃത്താസുരനെ വധിച്ചവൻ എന്നൊക്കെ അർത്ഥത്തിൽ ഇന്ദ്രനാണ് വലിയ പ്രാധാന്യം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വരുന്ന ആര്യന്മാരുടെ അധിനിവേശത്തിന് ശേഷം, ആര്യന്മാർ ഇന്ത്യയിൽ വേരുറപ്പിച്ചതിന് ശേഷമാണ് ഈ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരുടെ ത്രിമൂർത്തി സങ്കല്പം ഉണ്ടായി വരുന്നത്. അപ്പോൾ ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ഒപ്പം ആദിമ ജനവിഭാഗങ്ങളുടെ പശുപതിയെ കൂടി ത്രിമൂർത്തികളിൽ മഹാദേവനായി സമന്വയിപ്പിച്ചുകൊണ്ട് ആദിമ ഗോത്ര വിഭാഗക്കാരുടെ എതിർപ്പിനെ മറികടക്കാൻ വൈദിക മതം ശ്രമിച്ചു എന്ന് വേണം കരുതാൻ. പക്ഷേ ഈ സമന്വയം വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും തലത്തിലേക്ക് ഉയർന്നില്ല എന്നും മനസ്സിലാക്കാം. ഇപ്പൊ പശുപതിയെ ത്രിമൂർത്തികളിൽ ചേർത്ത് സ്ഥാനം നൽകിയെങ്കിലും പശുപതിയെ ആരാധിച്ചു പോന്ന ആദിമ ജനവിഭാഗങ്ങൾക്ക് മാന്യമായ സ്ഥാനം നൽകി ചാതുർവർണ്ണ്യ വ്യവസ്ഥയിലേക്ക് സ്വീകരിക്കാൻ വൈദിക മതം തയ്യാറാകുന്നില്ല. പല വിഭാഗക്കാരെയും ശൂദ്രന്മാരായിട്ടും വൈശ്യരായിട്ടും ക്ഷത്രിയരായിട്ടും ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. അതിനും പുറത്തുള്ള ആൾക്കാരെ അസുരന്മാരായിട്ടും രാക്ഷസന്മാരായിട്ടും ഒക്കെ മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട്. സാഖ്യേ യോഗേ ജമേ താത വിശേഷം വക്തും അർഹസി. സാഖ്യദർശനത്തെയും യോഗ ദർശനത്തെയും കുറിച്ച് സംസാരിക്കാനാണ് പിന്നീട് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ അവസാനിപ്പിച്ച ഒരു കാര്യത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ സതി വധിക്കപ്പെടുന്നു, ദക്ഷനും പരമശിവനും തമ്മിലൊരു സംഘർഷം ഉണ്ടാവുന്നു. അതൊരു ഭാര്യാപിതാവും മകളുടെ ഭർത്താവും തമ്മിൽ ഉണ്ടാവുന്ന ഒരു സംഘർഷം മാത്രമല്ല, അതൊരു ബിംബഭാഷയിൽ കൂടെ പറയാൻ ശ്രമിക്കുന്നത് ആദിമ ഗോത്ര ജനവിഭാഗങ്ങളും പുതുതായി ഇന്ത്യയിലേക്ക് കടന്നു വന്ന വൈദിക മതത്തിന്റെ
വിശ്വാസ പ്രമാണങ്ങളും അവരുടെ ദൈവവും അവരുടെ ആചാര രീതികളും അവരുടെ യജ്ഞം, അവരുടെ യാഗം, അതിൻ്റെ അനുഷ്ഠാന രീതികൾ, ഇതുമായിട്ടുള്ള സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഈ കഥയുടെ ബീജമായിട്ട് നിൽക്കുന്നത്. പരമശിവന് യജ്ഞഭാഗം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ, നേരത്തെ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമായിട്ട് ആരാധിക്കപ്പെട്ടിരുന്ന, സിന്ധു നദീ തട സംസ്കാരത്തിന്റെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമായിട്ട് ആരാധിക്കപ്പെട്ടിരുന്ന പശുപതി പിന്തള്ളപ്പെട്ടു. അല്ലെങ്കിൽ ആ ജനങ്ങളുടെ ദൈവം ഒന്നായിട്ട്, പശുപതിയും കാളിയും ഒക്കെ, സ്ത്രീ ദേവതയായിട്ടുള്ള കാളിയുടെ സമാനമായിട്ടുള്ളൊരു ബിംബമൊക്കെ അവിടെ വരുന്നുണ്ട്, ചിത്രങ്ങളൊക്കെ ദൈവത്തിന്റെ. അവർക്ക് തീരെ പരിഗണന കിട്ടാതെയാവുകയും അവർ തീർത്തും അപ്രസക്തരാവുകയും ചെയ്തപ്പോൾ അതിലുണ്ടാവുന്ന ഒരു സംഘർഷം, ആ സംഘർഷത്തിന്റെ പരിഹാരമായിട്ട് അതിലെ ഒരു ദൈവത്തെ കൂടി തങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് സമന്വയിപ്പിച്ച്, ഇതൊരു കോംപ്രമൈസ് ആണ് എന്ന് യഥാർത്ഥത്തിൽ തോന്നും. യഥാർത്ഥത്തിൽ ഇതൊരു കോംപ്രമൈസ് അല്ല. ഇന്ത്യയിൽ വൈദിക മതം അല്ലെങ്കിൽ ബ്രാഹ്മണ മതം എല്ലാ കാലത്തും ചെയ്തു പോന്ന ഒരു തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഇത്. ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു എതിരാളി, ഒരു ജനങ്ങളുടെ ഒരു വലിയ എതിർപ്പുണ്ടാകുന്ന സമയത്ത് അതിന്റെ സത്തയെ, ജനങ്ങളുടെ എതിർപ്പിന്റെ സത്തയെ ചോർത്തിക്കളയുകയും ആ സത്തയെ കൂടി തന്നിലേക്ക് ആവാഹിച്ച് അവർ അതിനെയും കൂടെ തൻ്റേതാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സിദ്ധിയുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കപിലന്റെയും സ്യൂതരശ്മിയുടെയും ഒക്കെ കാര്യത്തിൽ നേരത്തെ നിരവധി അധ്യായങ്ങളായിട്ട് ചർച്ച ചെയ്തൊരു കാര്യമുണ്ടല്ലോ. വൈദിക മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്ര എന്ന് പറയുന്നത് യജ്ഞവും യാഗവും, അത് ഹിംസയുമാണ്, മൃഗഹിംസയുമാണ്. അതിന് എതിരായിട്ട് വന്ന ബുദ്ധമതത്തിന്റെ അല്ലെങ്കിൽ ജൈനമതത്തിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സത്ത എന്ന് പറയുന്നത് അഹിംസയാണ്. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ബുദ്ധമതത്തെയും ജൈനമതത്തെയും തീർത്തും അപ്രസക്തമാക്കിക്കൊണ്ട് അഹിംസ എന്ന് പറയുന്ന ആ സത്തയെ തങ്ങളുടേതാക്കി മാറ്റുകയാണ് വൈദിക മതം ചെയ്യുന്നത്, ബ്രാഹ്മണ മതം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ ഹിംസയും അവസാനിപ്പിച്ചു എന്നൊന്നും അർത്ഥമില്ല. ബുദ്ധന്റെ ഹിംസ വളരെ വിശാലമായിട്ടുള്ള അർത്ഥത്തിലുള്ള, പ്രാണികളോടും ചെടികളോടും എല്ലാറ്റിനോടുമുള്ള, പ്രപഞ്ചത്തിലെ സമസ്തത്തിനോടുമുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു സ്നേഹവും സമന്വയവുമാണ് ബുദ്ധന്റെ അഹിംസ. അങ്ങനെ ആ വിശാലമായ അർത്ഥത്തിലേക്ക് ബ്രാഹ്മണ മതം ഒരിക്കലും പോകുന്നില്ല. ആകെ കൂടെ ചെയ്യുന്നത് യജ്ഞത്തിൽ മൃഗങ്ങളെ വധിക്കുന്നത് വേണ്ട എന്ന് വെക്കുകയും മാംസാഹാരം, ബ്രാഹ്മണൻ മാംസാഹാരം ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ബുദ്ധമതം എന്ന് പറയുന്ന വലിയ ഒരു സുനാമിയെ, ഒരു ജനകീയമായിട്ടുള്ള വലിയ സുനാമിയെ, അതിന്റെ ശക്തി മുഴുവൻ ചോർത്തിക്കളഞ്ഞിട്ട് ഒരു ചെറിയ കൈക്കുമ്പിളിലെ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് അവർക്ക് ഒതുക്കിയെടുക്കാൻ സാധിച്ചു. ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഈ സംഘർഷം പരിഹരിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ പ്രാദേശിക ജനവിഭാഗങ്ങളുടെ ആചാര രീതികളും അനുഷ്ഠാന രീതികളും വിശ്വാസ രീതികളും വലിയ സംഘർഷം ഉണ്ടാക്കിയേനെ. അതിനു പകരം അവരെ നിരാകരിക്കുകയും അവരുടെ ദൈവങ്ങളെ തങ്ങളുടേതാക്കി മാറ്റുകയും ചെയ്യാം. ഇത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നമ്മുടെ പുതിയ കാലത്തൊക്കെ തന്നെ ഇത് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിലടക്കം നമുക്കിത് കാണാൻ സാധിക്കും. നമ്മളെയൊക്കെ കുട്ടിക്കാലത്തുള്ള പല കാവുകളും, ആ കാവുകളിൽ അന്നത്തെ ദൈവം എന്ന് പറയുന്നത് കരിയാത്തൻ, കുട്ടിച്ചാത്തൻ, ഗുളികൻ, ഇവരൊക്കെ ആയിരിക്കും അവിടുത്തെ ദൈവങ്ങൾ. തെയ്യമായിട്ടൊക്കെ ആരാധിക്കുക, ചാമുണ്ടി, അങ്ങനെയുള്ള ദൈവങ്ങളൊക്കെ ആയിരിക്കും. അവിടെ അവർക്ക് ആരാധന ചെയ്യുന്നത് കോഴിത്തലയായിരിക്കും, കോഴിയെ വെട്ടിയിട്ടായിരിക്കും, കള്ളുണ്ടാവും, മത്സ്യം ഉണ്ടാവും, മുത്തപ്പൻ കാവിലൊക്കെ ചെയ്യുന്ന മാതിരി വളരെ പ്രാദേശികമായിട്ടുള്ള അധ്വാനിക്കുന്ന ജനങ്ങളുടെ ദൈവങ്ങളായിരിക്കും. ആ ദൈവങ്ങൾക്ക് പിന്നീട് വന്ന ഒരു പരിണാമം, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ആ ദൈവങ്ങളൊക്കെ ആ കാവുകളൊക്കെ തന്നെ ക്ഷേത്രങ്ങളായിട്ട് മാറുന്നു എന്നാണ്. ആ ക്ഷേത്രങ്ങളായിട്ട് വെറുതെ മാറ്റമല്ല ചെയ്യുന്നത്, അതിനെ ഒരു പുരാവൃത്തവുമായിട്ട് അതിനെ ഘടിപ്പിക്കും. ഇപ്പോൾ കോട്ടയിൽ കരിയാത്തന്റെ കഥ പറയുന്ന സമയത്ത് പരമശിവൻ താഴ്ന്ന ജാതിക്കാരുടെ വെള്ളം കുടിച്ചതുകൊണ്ട് അയിത്തം ബാധിച്ച് കരിയാത്തനായി പോയി. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അത് പരമശിവൻ തന്നെയാണ് എന്നുള്ള തരത്തിൽ പരമശിവനുമായിട്ടുള്ള ഒരു ലീനേജ് ഉണ്ടാക്കിയിട്ട് അതിന് ക്ഷേത്രമാക്കി മാറ്റും. വേറൊരു കാര്യം കൂടെ ചെയ്യും. ഉത്സവം നടക്കണമെങ്കിൽ അത് ഒരു ബ്രാഹ്മണന്റെ കൂടി നേതൃത്വം വേണം. ബ്രാഹ്മണൻ പൂജ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട്, ക്ഷേത്രത്തിൽ പോയിട്ട് കലശം കൊണ്ടുവരണം. അപ്പൊ ആ കലശം കൊണ്ടുവന്നാലേ ഈ കാവിൽ ഉത്സവം നടത്താൻ സാധിക്കൂ. കലശം അങ്ങനെ വരുന്ന ഒരു ബ്രാഹ്മണിക്കൽ ഹെറിറ്റേജുമായിട്ടുള്ളൊരു ബന്ധം വന്നു. കാലക്രമേണ ഈ ജനങ്ങൾ പങ്കെടുക്കുന്ന വരുമാനമുള്ള ഇത്തരം കാവുകളൊക്കെ തന്നെ ക്ഷേത്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ കാവിന്റെ ആളുകൾക്കും ക്ഷേത്രമാക്കി മാറ്റാനുള്ള ഒരു വലിയ ത്വര, ഇതൊക്കെ ക്ഷേത്രമാകുന്നതോട് കൂടിയിട്ട് തങ്ങൾക്ക് ഒരു ഉയർന്ന സ്ഥാനം കിട്ടുന്നു, തങ്ങളുടെ ദേവന്മാർ ഒരു ഉയർന്ന സ്ഥാനത്ത് എത്തുന്നു എന്ന് അവർക്കും തോന്നുന്നു. ഇങ്ങനെ ഓരോ ദൈവത്തിന്റെയും, മുത്തപ്പനാണെങ്കിലും ഇങ്ങനെ പറയും, മുത്തപ്പനും ഇതിന്റെ പിന്നിൽ ഒരു അങ്ങനെ കഥ പറയും. ശിവനായിരുന്നു, ശിവൻ പിന്നെ താഴ്ന്ന ജാതിക്കാരന്റെ വെള്ളം കുടിച്ചു, കള്ള് കുടിച്ചു, അതുകൊണ്ട് പിന്നെ അയിത്തക്കാരനായി. ഓരോ ദേവീദേവന്മാർക്കും, ഈ സാധാരണ മനുഷ്യന്റെ ഓരോ ദേവീദേവന്മാർക്കും കാവുകളിലുമൊക്കെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു 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 ബന്ധം, ഒരു ഒരു എന്താ ഒരു ക്ലാസിക്കൽ ദൈവങ്ങളായിട്ടുള്ള ഒരു ഹെറിറ്റേജ് ഉണ്ടാക്കിയെടുത്ത് അതിനൊക്കെ തങ്ങളുടേതാക്കി മാറ്റുന്ന ഒരു തന്ത്രം ബ്രാഹ്മണ മതം എല്ലാ കാലത്തും അനുവർത്തി. അതിന്റെ ഏറ്റവും ആദ്യത്തെ, ഒരുപക്ഷെ ആദ്യകാലത്തെ ഒരു പിന്നെ ഉദാഹരണമായിട്ട് നമുക്ക് ഈ ദക്ഷപ്രജാപതിയുടെയും ഈ പരമശിവന്റെയും തമ്മിലുള്ള ഈ കഥ നമുക്ക് കാണാൻ സാധിക്കും. സാഖ്യയോഗേജമേതാത വിശേഷം വക്തുമർഹസി. സാഖ്യദർശനത്തെയും യോഗദർശനത്തെയും കുറിച്ച് വിശദമായിട്ട് പറയാനാണ് പിന്നീട് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ആവശ്യപ്പെടുന്നത്. ഇവയിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന കാര്യം യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്, ഭീഷ്മരോട് ചോദിക്കുന്നുണ്ട്. ഈ രണ്ട് ദർശനത്തോടും പ്രത്യേകിച്ച് മമതയൊന്നുമില്ലാതെ സമഭാവന പുലർത്തിക്കൊണ്ടാണ് ഭീഷ്മരുടെ മറുപടി. സാഖ്യദർശനത്തിന്റെ അനുയായികൾ സാഖ്യത്തെയും യോഗദർശനത്തിന്റെ അനുയായികൾ യോഗത്തെയും പ്രകീർത്തിക്കും. അവരവരുടെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയും. പക്ഷേ യോഗദർശനമാണ് ശ്രേഷ്ഠം എന്നാണ് ജ്ഞാനികൾ അഭിപ്രായപ്പെടുന്നത് എന്നാണ് ഭീഷ്മർ പറയുന്നത്. അതിന്റെ കാരണം ഈശ്വരന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കാത്തവരാണ് സാഖ്യദർശനക്കാർ. അങ്ങനെയുള്ളവർ എങ്ങനെയാണ് മോക്ഷത്തിന് അർഹരാവുക എന്നും ഭീഷ്മർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രാഹ്മണ മതത്തിന്റെ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ത്രിമൂർത്തി സങ്കല്പത്തിന്റെ ഒക്കെ ഒരു ദർശനമാണ് മഹാഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. മഹാഭാരതത്തിന്റെ കർത്താവിന്റെയും ലക്ഷ്യം അതാണ്, അത് പ്രചരിപ്പിക്കുന്നവരുടെയും ലക്ഷ്യം അതാണ്. ഈശ്വരനിൽ വിശ്വസിക്കാത്ത ഒരു ദർശനത്തെ ശ്രേഷ്ഠം എന്ന് പറയാൻ എന്തായാലും ഭീഷ്മർക്ക് പറ്റില്ല, മഹാഭാരതത്തിനും പറ്റില്ല. പക്ഷെ എന്നാലും സാഖ്യദർശനവും തീരെ തള്ളിക്കളയേണ്ട ഒന്നല്ല എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഭീഷ്മരും ഇതിലെ മഹാഭാരതവും. അങ്ങനെയുള്ളവർ എങ്ങനെയാണ് മോക്ഷത്തിന് അർഹരാവുക എന്നും ഭീഷ്മർ സംശയം പ്രകടിപ്പിച്ചു. നല്ല മനുഷ്യർ ഇരുപക്ഷത്തും ഉണ്ടാവാം. താങ്കളെപ്പോലുള്ളവർ സ്വന്തം അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുകയാവും ഭേദമെന്നാണ് ഭീഷ്മർ ഇക്കാര്യത്തിൽ പറയുന്നത്. എന്ന് വെച്ചാൽ സാഖ്യദർശനത്തെ ഭീഷ്മര് പൂർണ്ണമായിട്ട് തള്ളിപ്പറയുന്നില്ല എന്നർത്ഥം. സാഖ്യദർശനത്തെ ഇന്ത്യയുടെ ബ്രാഹ്മണ മതത്തിന് ഒരു പരിധി വരെ, വലിയ കുഴപ്പമില്ലാത്ത ആളുകളാണ് നമുക്ക് ഒരു പരിധി വരെ സ്വീകരിക്കാമായിരുന്നു, ആ തർക്കത്തിലായിരുന്നു. അഥർവന്റെ ദർശനത്തെ പോലെയോ അല്ലെങ്കിൽ നാസ്തിക ദർശനത്തെ പോലെയോ തീർത്തും തള്ളിക്കളയുന്നില്ല സാഖ്യദർശനത്തെ എന്നർത്ഥം. യഥാർത്ഥ ജ്ഞാനം ആർജിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഭൗതിക തൃഷ്ണകളിൽ നിന്നും മോചിതരാകും എന്നും അങ്ങനെയുള്ളവർക്ക് മോക്ഷം ലഭിക്കുമെന്നുമാണ് സാഖ്യയോഗക്കാർ വിശ്വസിക്കുന്നത്. മോക്ഷത്തിന് ഈശ്വരന്റെ സാന്നിധ്യം ആവശ്യമില്ല എന്ന് വാദിക്കുന്ന ഈ സാഖ്യദർശനത്തിന് ബുദ്ധദർശനവുമായിട്ട് ബന്ധം കാണാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാണ് സാഖ്യദർശനം ഈശ്വരനെയും പുനർജന്മത്തെയും നിരാകരിക്കുകയും വേദത്തെ പ്രമാണമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വേദം എന്ന വാക്കിന് ഋക്, യജുർ, സാമ, അഥർവ വേദങ്ങൾ എന്നല്ല അർത്ഥം. വിത്ത് എന്ന ധാതുവിന് സംസ്കൃതത്തിൽ അറിവ് എന്നാണ് അർത്ഥം കൊടുക്കുന്നത്. അപ്പൊ ധർമാധർമ്മജ്ഞാനത്തിനു കാരണമായ അറിവ് എന്നാണ് അമരകോശം നൽകുന്ന നിർവചനം വിത്ത് എന്നുള്ള ധാതുവിന്. അതിനാൽ ഓരോ കാലത്തും മാനവ സമൂഹം സംഭരിച്ചിട്ടുള്ള മുഴുവൻ അറിവുകളെയുമാണ് സാഖ്യയോഗം പ്രമാണമായിട്ട് അഥവാ വേദമായിട്ട് സ്വീകരിക്കുന്നത് എന്നർത്ഥം. നിരന്തരം നവീകരിക്കപ്പെടുകയും മാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുക എന്നതാണല്ലോ അറിവുകളുടെ പ്രത്യേകത. അതിനാൽ യുക്തിബോധത്തോടെയും ശാസ്ത്രബോധത്തോടെയും മനുഷ്യ സംസ്കാരം തന്നെത്താൻ നവീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന നിഗമനങ്ങളുടെ ആകത്തുകയാണ് പരമമായ യാഥാർത്ഥ്യം അഥവാ പ്രമാണമായിട്ട് സാഖ്യയോഗം സ്വീകരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ആ അർത്ഥത്തിൽ വർത്തമാനകാല സമൂഹവുമായും അതിൻ്റെ ധാർമ്മികതയുമായും ഏറ്റവും അടുത്തു നിൽക്കുന്ന ദർശനമാണ് സാഖ്യയോഗം എന്ന് പറയാം. അപ്പോൾ പറഞ്ഞു വരുന്നതാണ്, വേദമാണ് പ്രമാണം എന്ന് പറയുമ്പോൾ സാഖ്യയോഗക്കാരുടെ വേദം എന്ന് പറയുന്നത് ഋഗ്വേദവും സാമവേദവും യജുർവേദവും അഥർവവേദവും മാത്രമല്ല, അതിൽ നിൽക്കുന്നില്ല. അത്
സമ്പൂർണമായിട്ടുള്ള ജ്ഞാനത്തെയാണ് വേദം എന്ന് സ്വീകരിക്കുന്നത് എന്നർത്ഥം. മഹാഭാരതത്തിൽ പ്രത്യേകിച്ചും അതിൻ്റെ ശാന്തിപർവത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു സ്ഥലപ്പേരാണ് മിഥില. അതുപോലെ മിഥിലയിലെ ജനകൻ എന്ന രാജാവിൻ്റെ പേര്. ജനകന്റെ പരമ്പരയിൽപ്പെട്ട പല രാജാക്കന്മാരുടെ പേരും ശാന്തിപർവത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ശരിയായ ധർമ്മത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ധാർമ്മിക ജീവിതം നയിക്കുന്നവർ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നതിനെ കുറിച്ചുമൊക്കെ ആർക്കെങ്കിലും സംശയം വന്നാൽ മിക്കപ്പോഴും ആ സംശയ നിവൃത്തിക്കായിട്ട് ആളുകളെ പറഞ്ഞയക്കുന്നത് മിഥിലയിലെ ജനകന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിലേക്കോ ആണ്. ഒരു ബ്രാഹ്മണന് സംശയനിവൃത്തി വരുത്തുന്ന വ്യാധന്റെ കഥ വനപർവ്വത്തിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരു സ്ത്രീ ഭിക്ഷ കൊടുക്കാൻ വൈകിയതിന് സ്ത്രീയെ ശപിക്കാൻ നോക്കിയപ്പോൾ സ്ത്രീ വ്യാധനെ ഇയാളെ പറഞ്ഞയക്കുന്നു, ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്നു, നിങ്ങൾ മിഥിലയിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു ഇറച്ചി കച്ചവടക്കാരനുണ്ട്, അയാളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അതുപോലെ നിരവധി പേർ പിന്നീടും മിഥിലയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ വേദവ്യാസന്റെ പുത്രൻ ശുഗന് മോക്ഷത്തിലേക്കുള്ള മാർഗം ഉപദേശിച്ചു കൊടുക്കുന്നത് മിഥിലയിലെ രാജാവാണ്. പുത്രൻ അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ സ്വയം സംശയ നിവൃത്തി വരുത്തുകയല്ല വേദവ്യാസൻ ചെയ്യുന്നത്, പുത്രനെ മിഥിലയിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. മിഥിലയിലെ രാജാവ് നിന്റെ സംശയങ്ങൾക്ക് നിവൃത്തി വരുത്തും എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. രാമായണത്തിലെ വിദേഹപുരിയുടെ തലസ്ഥാനമാണ് മിഥില. ജനകൻ എന്നത് അവിടുത്തെ രാജാക്കന്മാർക്ക് പൊതുവിൽ പറയുന്ന പേരാണ് എന്ന് തോന്നുന്നു. കാരണം ആ പേര് പല സന്ദർഭങ്ങളിലും പല പല കഥകളിലും ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ സീതയുടെ പിതാവായിട്ട് മിഥിലയിലെ രാജാവ് ജനകനെ രാമായണത്തിൽ നമുക്ക് കാണാം. മിഥിലയിൽ ജനിച്ചതുകൊണ്ട് മൈഥിലി എന്നും ജനകന്റെ പുത്രി ആയതുകൊണ്ട് ജാനകി എന്നുമൊക്കെ സീതയ്ക്ക് പേരുണ്ടല്ലോ. നേപ്പാളിലെ ജനക്പൂർ ജനകന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഹിമാലയത്തിന് തെക്കും ഗംഗയ്ക്കു വടക്കും ഗന്ധകി നദിക്കു കിഴക്കും മഹാനദിക്കു പടിഞ്ഞാറുമായിട്ടുള്ള പ്രദേശമായിട്ടാണ് മിഥിലയെ അടയാളപ്പെടുത്തുന്നത്. അങ്ങനെയാണ് മിഥിലയുടെ സ്ഥാനം അവിടെയാണ് എന്ന് കരുതുന്നുണ്ട്. ഇപ്പോഴത്തെ ബീഹാറിലാണ് മിഥിലയെ അടയാളപ്പെടുത്തുന്നത് പലരും. ശതപഥ ബ്രാഹ്മണത്തിലും ബൃഹദാരണ്യക ഉപനിഷത്തിലുമൊക്കെ മിഥിലയിലെ ജനകന്റെ പേര് പലപ്പോഴായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. യാജ്ഞവൽക്യനെയും ഉദ്ദാലകനെയും ആരുണിയെയും പോലുള്ള മഹർഷിമാർക്ക് ആശ്രയം നൽകി എന്നതിൻ്റെ പേരിലും മിഥിലയിലെ ജനകൻ പ്രകീർത്തിക്കപ്പെടാറുണ്ട്. വേദവ്യാസന്റെ പുത്രൻ മിഥിലയിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. പലതരത്തിലുള്ള കൃഷികളെക്കുറിച്ചും ജനജീവിതത്തെക്കുറിച്ചുമൊക്കെ അവിടെ വിവരിക്കുന്നത് കാണാം. ഇപ്പൊ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നവയായിരുന്നു അവിടുത്തെ ഗ്രാമങ്ങൾ. പലതരത്തിലുള്ള അന്നപാനീയങ്ങളും ഗോപാലകന്മാരുടെ താവളങ്ങളും അതുപോലെ നിരവധി കന്നുകാലിക്കൂട്ടങ്ങളും ഒക്കെ വഴിയിൽ കണ്ടതായിട്ടും പറയുന്നുണ്ട്. നെല്ലും ബാർലിയും മറ്റും പലതരം ധാന്യങ്ങളും കൃഷി ചെയ്യുന്ന വയലുകളും ഹംസങ്ങളും കൊക്കുകളും നിറഞ്ഞ ജലാശയങ്ങളും പല നിറത്തിലുള്ള താമരപ്പൂക്കളാൽ അലങ്കൃതമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സാ വിദേഹാൻ അതിക്രമ്യ സമൃദ്ധ ജനസേവിതാൻ മിഥിലോപവനം രമ്യാസസാത് മഹത് ഹൃദ്ധിമത്. ശാന്തിപർവത്തിലെ 312 അധ്യായത്തിൽ 22 ശ്ലോകം. അവിടുത്തെ നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ സമൃദ്ധ ജനസേവിതാൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ രാജാവും കൊട്ടാരവും മാത്രമല്ല, ജനങ്ങളും സമൃദ്ധിയിൽ കഴിയുന്നവരായിരുന്നു എന്ന് സാരം. മാത്രമല്ല മിഥിലോപവനം വില കൂടിയ പലതരം വൃക്ഷങ്ങളാലും സമൃദ്ധമായിരുന്നു എന്ന് വിവരിക്കുന്നുണ്ട്. ഹസ്തികളും അശ്വങ്ങളും രഥങ്ങളും നിറഞ്ഞതും നരനാരീ സമാകുലവുമായിരുന്നു മിഥിലയിലെ പുരി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ജനങ്ങളുടെ ഒരു സമൃദ്ധി എന്ന് പറയുന്നത് മഹാഭാരതത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ അത്തരം പുരാവൃത്തങ്ങളിൽ സാധാരണ കേൾക്കാത്ത ഒരു കാര്യമാണ്. രാജാവിന്റെ ക്ഷേമത്തെക്കുറിച്ച് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ ഐശ്വര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടാവും. ജനങ്ങൾക്ക് മൊത്തം എല്ലാ ആളുകൾക്കുമുള്ള ഒരു സമൃദ്ധിയെക്കുറിച്ചൊരു പരാമർശം മിഥിലയിലെ വർണ്ണനയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെയാണ് ഇപ്പം ഈ കഥകളൊക്കെ പറയുന്ന സമയത്ത് മിക്കപ്പോഴും നമുക്ക് കാണാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, അവിടെ എന്താണ് കൃഷി ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടുത്തെ ഉൽപാദന പ്രക്രിയ, അതൊന്നും നമുക്ക് പല കഥകളിലും കാണില്ല, വിവരിക്കില്ല. അത്തരം കാര്യങ്ങളൊക്കെ മിഥിലയിലേക്കുള്ള യാത്രക്കിടയിൽ വിവരിക്കുന്നുണ്ട്.
ക്ഷേമരാഷ്ട്ര സങ്കല്പനവും സമ്പന്നമായ ജനജീവിതവും മിഥിലയുടെ വർണ്ണനയിൽ ആവർത്തിച്ചു വരുന്നുണ്ട് എന്നർത്ഥം. തത്ര ഗ്രാമാൻ ബഹൂൻ പശ്യാൻ ബഹു അന്നർഷഭോജനാൻ എന്നാണ് ഗ്രാമങ്ങളെ പോലും വിശേഷിപ്പിക്കുന്നത്. അന്നവും ഭോജനവും ജനങ്ങളുടെ ഹർഷവും പ്രധാനമായി കാഴ്ചയിൽപ്പെടുന്നുണ്ട് എന്നതാണ് മിഥിലയെക്കുറിച്ചുള്ള വർണ്ണനയെ മറ്റു പല വർണ്ണനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതിനർത്ഥം. ഗ്രാമത്തിൽ നിന്ന് പുരി അഥവാ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കാവൽക്കാർ തടയുന്നുണ്ട് വ്യാസന്റെ പുത്രനെ. നഗരത്തിന് കാവലുണ്ടായിരുന്നു എന്നും അപരിചിതർക്കും അറിയാത്ത, നഗരത്തിൽ സാധാരണ ഇല്ലാത്ത ആളുകൾക്കൊന്നും പെട്ടെന്ന് നഗരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നും നമുക്ക് മനസ്സിലാവും. നഗരത്തിന് പുറത്തുനിന്ന് വരുന്നവർക്ക് തോന്നിയതുപോലെ നഗരത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നർത്ഥം. ആചാര്യ പ്ലാവിതാതസ്യ ജ്ഞാനം പ്ലവ ഇഹോച്യതേ വിജ്ഞായ കൃതകൃത്യസ്തു തീർണസ്തത് ഉദയം ത്യജേത്. ആചാര്യൻ വഞ്ചിക്കാരനും ജ്ഞാനം വഞ്ചിയുമാണ്. ജീവിതമാകുന്ന ഈ സാഗരം മുറിച്ചു കടന്നു കഴിഞ്ഞാൽ വഞ്ചിയും വഞ്ചിക്കാരനെയും ഉപേക്ഷിക്കാം എന്ന് ജനകൻ ബിംബഭാഷയിലാണ് വേദവ്യാസന്റെ പുത്രനെ ഉപദേശിക്കുന്നത്. എന്താണ് ജ്ഞാനമെന്നും എന്താണ് ആചാര്യന്റെ പ്രസക്തി എന്നും പറയുന്ന കൂട്ടത്തിൽ അതിൽ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ, ആചാര്യൻ വഞ്ചിക്കാരൻ മാത്രമാണ്, ജ്ഞാനം വഞ്ചിയാണ്. ഇത് രണ്ടും ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള മാർഗങ്ങൾ മാത്രമാണ്. ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഉപേക്ഷിക്കാം എന്നും ആണ് ജനകൻ ഉപദേശിക്കുന്നത്. ഇവിടെ സാഖ്യയോഗത്തിലെ ജ്ഞാനം എന്ന പദത്തെ ഒന്നുകൂടി വിരുത്തി കാണിക്കുകയാണ് ജനകൻ ചെയ്യുന്നത്. അഥവാ ജ്ഞാനത്തെ അദ്ദേഹം പുനർനിർവചിക്കുകയാണ് എന്നും പറയാം. ബ്രഹ്മചര്യത്തിലൂടെയും വേദപഠനത്തിലൂടെയും മാത്രം ജ്ഞാനം പൂർത്തിയാകുന്നില്ല. ജ്ഞാനം ആചാര്യനിൽ നിന്നു മാത്രമല്ല, ജീവിതത്തിൽ നിന്നുകൂടിയാണ് ആർജിക്കേണ്ടത്. അതിന് ജീവിതാനുഭവങ്ങൾ അത്യാവശ്യമാണ് എന്നാണ് ജനകൻ വാദിക്കുന്നത്. ജ്ഞാനത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി നിർബന്ധമായും അഭിമുഖീകരിച്ചിരിക്കേണ്ട പരീക്ഷയാണ് ഗാർഹസ്ഥ്യം എന്നർത്ഥം. ജ്യോതിർ ആത്മാനി ന അന്യത്ര രഥം രഥം തത്രൈവ ചൈവതത് സ്വയം ച ശക്യം തദ്ദൃഷ്ടും സുസമാഹിതചേതസ. ശാന്തിപർവ്വത്തിലെ 313 അധ്യായത്തിലെ 32 ശ്ലോകമാണത്. പരമമായ പ്രകാശം അഥവാ പരമാത്മാവ് സ്വന്തം ഉള്ളിലാണ്, മറ്റെവിടെയുമല്ല സ്ഥിതി ചെയ്യുന്നത്. അത് സമാനമായി എല്ലാ ജീവികളുടെ ഉള്ളിലും കുടികൊള്ളുന്നും ഉണ്ട്. സുസമാഹിതമായ ചേതസ്സോടെ ഇരിക്കുമ്പോൾ അഥവാ യോഗാവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും എന്നാണ് ജനകൻ ഉപദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയിലും പരമാത്മാവ് കുടികൊള്ളുന്നു എന്നതിനും അപ്പുറത്ത് പുറത്തുള്ള ഒരു പരമാത്മാവിനെയോ ഈശ്വരനെയോ തേടേണ്ട ആവശ്യം തന്നെ ഇല്ല. ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ജനകൻ. ജനകന്റെ ദർശനങ്ങൾക്ക് ആത്മീയതയേക്കാൾ കൂടുതൽ അടുപ്പം ഭൗതികവാദത്തോട് അഥവാ നാസ്തികതയോടാണ് എന്ന് വ്യക്തമാകും. കാരണം ബ്രഹ്മപദം അഥവാ ബ്രഹ്മത്തിൽ ലയിക്കലും പരമമായ മോക്ഷവും മരണശേഷം എത്തിച്ചേരേണ്ട ഒരു ലോകമല്ല. അത് ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കാനും അനുഭവിപ്പിക്കാനും കഴിയുന്ന ഒരു മനോനിലയാണ് എന്ന കാര്യമാണ് ജനകൻ ശുകനെ ഉപദേശിക്കുന്നത്. സാധാരണ നമ്മൾ ഇത്തരം ഉപദേശങ്ങളൊക്കെ കാണുന്ന ഒരു കാര്യം, ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യം എന്തായിരിക്കും? മരിച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരേണ്ട ഒരു ലോകം, മോക്ഷം എന്ന് പറയുന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരേണ്ട ഒരു ലോകം എന്നതാണ് ജനകന്റെ ഉപദേശത്തിന്റെ പ്രത്യേകത. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്ന ജീവിതത്തെ സ്വാംശീകരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നതിന്റെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് മോക്ഷം സാധ്യമാണോ അല്ലേ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മോക്ഷം ഈ ലോകത്ത് തന്നെയാണെന്ന് അർത്ഥം, വേറൊരു ലോകത്തല്ല, ഇവിടെ തന്നെയാണ് മോക്ഷം. മോക്ഷം ഒരു മനോനിലയാണ് എന്ന കാര്യമാണ് ജനകൻ ശുകനെ, വേദവ്യാസന്റെ പുത്രൻ ശുകനെ ഉപദേശിക്കുന്നത്. സുമന്തും ച മഹാഭാഗം വൈശമ്പായനമേവ ച ജൈമിനിം ച മഹാപ്രാജ്ഞം പൈലം ചാവി തപസ്വനം ഏഭി ശിഷ്യൈഹി പരിവൃതോ വ്യാസ ആസ്തേ മഹാതപ തത്ര ആശ്രമപാദം പുണ്യം ദദർശ പിതുർ ഉത്തമം ആരണയോ വിശുദ്ധാത്മാ നഭസീവ ദിവാകര. വേദവ്യാസന്റെ 4 ശിഷ്യന്മാര് വേദം അഭ്യസിക്കുന്ന ആ ആശ്രമത്തിലേക്കാണ് ശുകനും കടന്നു വരുന്നത്.
ഉപദേശം സ്വീകരിച്ചതിന് ശേഷം ശുഗൻ പിന്നീട് ചെല്ലുന്നത് വേദവ്യാസന്റെ 4 ശിഷ്യന്മാർ വേദം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ വെച്ചുണ്ടാവുന്ന ഒരു തർക്കം, അല്ലെങ്കിൽ ഒരു അഭിപ്രായ പഠനം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വേദം നമ്മൾ 5 പേരിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതി, മറ്റാർക്കും ഈ ജ്ഞാനം പകർന്നു നൽകരുത് എന്നൊരു കുബുദ്ധി അന്നേ പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ട് അർത്ഥം. തത്ര അശ്രമപാദം പുണ്യം ദദർശ പിതൃത്വമം. അത്തരത്തിലൊരു വരം തങ്ങൾക്ക് തരണമെന്നാണ് ശിഷ്യന്മാർ വേദവ്യാസനോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ വ്യാസൻ അതിന് സമ്മതിക്കുന്നില്ല. ആർക്കൊക്കെ വേദം അഭ്യസിക്കാമെന്നും ആരാണ് വേദത്തിന് അധികാരികളെന്നും വ്യാസൻ ആ പ്രകരണത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ പറയാറുള്ളത് വ്യാസൻ വേദത്തെ പകുത്തവൻ എന്നാണ്. വേദം നിലവിലുണ്ടായിരുന്ന ആളുകൾ വാമൊഴിയായിട്ട് ഒരു പക്ഷേ ചൊല്ലിക്കൊണ്ടിരുന്ന ഋഷിമാരും ഒക്കെ തന്നെ ചൊല്ലി പലപ്പോഴും പല തലമുറ കൈമാറി വന്ന വേദത്തെ 4 പകുക്കുകയും അതിനൊരു ക്രോഡീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സ്കൂളോ ഒക്കെ ആയിരിക്കാം വ്യാസൻ. അങ്ങനെ ക്രോഡീകരിച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ്? ക്രോഡീകരിച്ച വ്യാസനും അദ്ദേഹത്തിന്റെ പുത്രനും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത 4 ശിഷ്യന്മാരും അവരിൽ തന്നെ നിൽക്കണം, അതിന്റെ പുറത്തേക്ക് ഈ ജ്ഞാനം പോവാൻ പാടില്ല എന്ന് വിജ്ഞാനത്തെ പരിമിതപ്പെടുത്തുന്ന എന്താ പറയാ, സ്വകാര്യവൽക്കരിക്കുന്ന ഒരു ആശയമാണ് ഇവിടെ അങ്ങനെ കാണുന്നത്. കാക്ഷാമസ്തു വയം സർവേ വരം ദത്തം മഹർഷിണ സസ്ത ശിഷ്യോ നദേഖ്യാതിംഗച്ചേദത്ത പ്രസീദന. ഈ ശിഷ്യന്മാരല്ലാതെ 6ാമത്തെ ഒരു ശിഷ്യൻ ഉണ്ടാവരുത് എന്നവരാണ് ചോദിക്കുന്നത്. സസ്ത ശിഷ്യോ നദേഖ്യാതിംഗച്ചേദത്ര പ്രസീദന, അതിനുവേണ്ടി പ്രസീദിക്കണം എന്നാണ്. ഇപ്പൊ നമ്മൾ 5 പേരുണ്ട്. 6ാമത്തെ ഒരാൾ 313 ശാന്തിപർവ്വത്തിലെ 313 അധ്യായത്തിലെ 37 ശ്ലോകത്തിലാണ് ഈ ശിഷ്യന്മാർ വേദവ്യാസനോട് ഇങ്ങനെ ഒരു ആവശ്യം അദ്ദേഹത്തിന്റെ മുമ്പിൽ വെക്കുന്നത്. കാക്ഷാം അസ്തു വയം സർവേ വരം ദത്തം മഹർഷിണ സസ്ഥ ശിഷ്യോ നദേഖ്യാതിം ഗച്ഛേദത്ര പ്രസീദന. ഞങ്ങൾ 4 ശിഷ്യന്മാരും ഗുരുപുത്രൻ ശുഗനും അടക്കം ഈ 5 പേരിൽ മാത്രമായിട്ട് വേദജ്ഞാനം ഒതുങ്ങണം എന്നർത്ഥം. ഈ 5 പേരിൽ മാത്രം വേദം പ്രകാശിക്കട്ടെ എന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. വിജ്ഞാനത്തിന്റെ മേൽ അധികാരം സ്ഥാപിക്കാനും വിജ്ഞാനം സ്വകാര്യവൽക്കരിക്കാനുമുള്ള ഒരു ആരംഭം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു അധികാരിയായിട്ട് കുറച്ചാളുകൾ മാത്രം വരാനുള്ള ഒരു കാര്യം. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ വേദവ്യാസൻ കണ്ടെത്തിയതല്ല. വേദവ്യാസൻ വേദത്തെ പകുത്തവൻ എന്ന് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് പോലും, ക്രോഡീകരിച്ച ആൾക്ക് പോലും അധികാരം ഉണ്ടായിരിക്കണം, പിന്നെ അങ്ങോട്ട് പോകരുത് എന്നാണ് ശിഷ്യന്മാർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ വ്യാസൻ പറയുന്നത് അങ്ങനെയല്ല, വേദത്തിനുള്ള അധികാരികൾ ആരൊക്കെയാണ് എന്ന് വ്യാസൻ വിവരിക്കുന്നുണ്ട്. ബ്രാഹ്മണായ സദാദേയം ബ്രഹ്മ ശുശ്രൂസവേ ഭവേത് ബ്രഹ്മലോകേ നിവാസം യോ ധ്രുവം സമഭികാംക്ഷതി ഭവന്തോ ബഹുലാസന്തു വേദോ വിസ്താര്യതാമയം നാശിഷ്യേ സംപ്രാതവ്യോ നാവൃതേ നാകൃതാത്മനി. ബ്രാഹ്മണരായി ജനിച്ച എല്ലാവർക്കും വേദത്തിന് അധികാരം ഉണ്ട്. ബ്രാഹ്മണായ സദാദേയം ബ്രഹ്മ ശുശ്രൂസവോ ഭവേ. മാത്രമല്ല ശുശ്രൂസവേ വേദം ശ്രവിക്കാനും ബ്രഹ്മലോകം പോകാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേദപഠനത്തിന് അവകാശമുണ്ട് എന്ന് വ്യാസൻ തൻ്റെ ശിഷ്യരോടും പുത്രനോടും പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് ബ്രാഹ്മണനായി ജനിച്ച എല്ലാ ആളുകൾക്കും വേദത്തിന് അവകാശമുണ്ട് എന്നാണ്. എന്നാൽ അവിടെ നിൽക്കുന്നില്ല. ബ്രഹ്മലോകേ നിവാസം യോ ധ്രുവം സമഭികാംക്ഷതി. ബ്രഹ്മലോകം പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, വേദം ശ്രവിക്കാനും അത് പഠിക്കാനും ബ്രഹ്മലോകം പോകാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേദപഠനത്തിന് അവകാശമുണ്ട് എന്ന് വ്യാസൻ ഇവിടെ തന്റെ ശിഷ്യരോടും പുത്രനോടും പറയുന്നുണ്ട്. ഭവന്തോ ബഹുലാസന്തു വേദോ വിസ്താര്യതാം അയം. വേദത്തെ കൂടുതൽ പേരിലേക്ക് പ്രചരിപ്പിക്കണമെന്നാണ് വ്യാസൻ ശിഷ്യരോട് പറയുന്നത്. 6ാമത്തെ ഒരാളിലേക്ക് പോകരുത് ഈ വേദം എന്നാണ് ശിഷ്യന്മാർ വരമായിട്ട് ആവശ്യപ്പെടുന്നത്. പക്ഷെ വ്യാസൻ ആവശ്യപ്പെടുന്നത് എന്താണ്? ഭവന്തോ ബഹുലാസന്തു വേദോ വിസ്താര്യതാം അയം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വേദത്തെ എല്ലാ ജനങ്ങളിലേക്കും പരമാവധി കഴിയാവുന്നിടത്തോളം ആളുകളിലേക്കും എത്തിക്കുകയാണ് വേണ്ടത് എന്ന് വ്യാസൻ ശിഷ്യരോട് ആവശ്യപ്പെടുന്നു. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നാ അശിഷ്യേ സംപ്രാതവ്യോ ന അവൃതേ ന അകൃതാത്മനി. ചില ആളുകൾക്ക് വേദം കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്, വേദജ്ഞാനം പകർന്നു കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്.
അത് ആർക്കാണ്? ശിഷ്യത്വം സ്വീകരിക്കാത്തവർക്കും വ്രതം അഥവാ നിഷ്ഠ പാലിക്കാത്തവർക്കും ആത്മശുദ്ധി ഇല്ലാത്തവർക്കും വേദജ്ഞാനം പകർന്നു നൽകരുത് എന്നും വ്യാസൻ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ആ പറയുന്നതിന് അന്നത്തെ ഒരു വിജ്ഞാന സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകത കൂടെ കണക്കിലെടുക്കണം. ഇത് അതിന്റെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ വളരെ പരിമിതമായിട്ടുള്ള കോപ്പികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ വേദമോ എന്തെങ്കിലും അതുപോലുള്ള ജ്ഞാനമോ പഠിക്കണമെങ്കിൽ ആ കൂടെ ചെയ്യാവുന്നത് ഗുരുവിന്റെ കൂടെ താമസിച്ച് ശിഷ്യത്വം സ്വീകരിച്ച് അതിനുവേണ്ടി ഒരു സമർപ്പിത ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ആ ജ്ഞാനം ആർജിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ വന്നവർക്ക് മാത്രമേ ഉപദേശിക്കാൻ സാധിക്കൂ. വഴി പോകുന്നവൻ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് കുറച്ച് ശ്ലോകം പഠിച്ച് പോയി കളയാം എന്ന് വിചാരിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്നും വ്യാസൻ പറയുന്നുണ്ട്. സമഗ്രമായിട്ടുള്ള ആ ജ്ഞാനം അവർക്ക് ആർജിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ പറയുന്നത്. പക്ഷെ ഈ ശ്ലോകത്തിന്റെ ശാന്തിപർവ്വത്തിലെ 313 അധ്യായത്തിലെ ഈ 37-38 ശ്ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മലോകേ നിവാസം യോ ധ്രുവം സമഭികാംക്ഷതി ശുശ്രൂഷവേ ഭവേ. കേൾക്കാനും ബ്രഹ്മലോകം പോകാനും വേദം പഠിക്കാനും താല്പര്യമുള്ള മുഴുവൻ മനുഷ്യർക്കും വേദം പകർന്നു കൊടുക്കണം. മാത്രമല്ല ഭവന്തോ ബഹുലാ സന്തു വേദോ വിസ്താര്യതാമയം, കഴിയുന്നിടത്തോളം ആളുകളിലേക്ക് വേദജ്ഞാനത്തെ പരത്തണം, അതിനെ ആ പ്രകാശത്തെ എത്തിക്കണമെന്നുള്ള വ്യാസന്റെ നിർദ്ദേശമാണ്. വ്രതം അഥവാ നിഷ്ഠ പാലിക്കാത്തവർക്കും ആത്മശുദ്ധിയില്ലാത്തവർക്കും വേദജ്ഞാനം പകർന്നു നൽകരുതെന്ന് വ്യാസൻ പറയുന്നുണ്ട്. വേദജ്ഞാനം ആർജിക്കാനുള്ള മാനദണ്ഡം ഇതായിരിക്കണമെന്നും വ്യാസൻ നിഷ്കർഷിക്കുന്നുണ്ട്. വേദം മാത്രമല്ല, ഏതു ശാസ്ത്രമായാലും അത് പഠിക്കാനും പ്രവർത്തിക്കാനും താല്പര്യമുള്ളവരെ കണ്ടുപിടിച്ചു വേണം പകർന്നു നൽകാൻ എന്നും തുടർന്ന് പറയുന്നുണ്ട് വ്യാസൻ. പാത്രം അറിഞ്ഞു വേണം ദാനം എന്ന നിലപാടിന്റെ അല്പം കൂടി വിപുലീകരിച്ച രൂപം എന്ന് മാത്രമേ വേദവ്യാസന്റെ ഈ നിബന്ധനകളെ പറ്റി നമുക്ക് പറയാൻ സാധിക്കൂ, അല്ലെങ്കിൽ അത്രേ പറയേണ്ടതുള്ളൂ. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ശൂദ്രർക്കോ അസുരന്മാർക്കോ രാക്ഷസന്മാർക്കോ നിഷാദന്മാർക്കോ ചണ്ടാളന്മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കോ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവർക്കോ മറ്റേതെങ്കിലും വിഭാഗങ്ങൾക്കോ വേദജ്ഞാനത്തിന് അർഹതയില്ല എന്ന് വേദവ്യാസൻ പറയുന്നില്ല എന്നതാണ് ശാന്തിപർവ്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ശൂദ്രന്റെ കാതിൽ, വേദം കേൾക്കുന്ന ശൂദ്രന്റെ കാതിൽ ഈയമുരുക്കി ഒഴിക്കണം തുടങ്ങിയ തരത്തിലുള്ള ജ്ഞാന ഉപദേശങ്ങളൊന്നും തന്നെ വേദവ്യാസന്റെ ഈ ഒരു സ്കൂളിന്റെ ഭാഗം അല്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ അതിൻ്റെ ഇത്തരം ജ്ഞാനങ്ങളൊക്കെ നടക്കുന്ന കാലത്ത് തന്നെ വേറെ ഗ്രന്ഥങ്ങളിൽ, മനുസ്മൃതി പോലുള്ള വേറെ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കാം അവ. ആ മനുസ്മൃതിയിലുള്ള പല ശ്ലോകങ്ങളും ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട്, മഹാഭാരതത്തിലേക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വ്യാസൻ്റെതായിട്ട് ഇങ്ങോട്ട് എടുത്ത ഈ ശ്ലോകത്തിൽ ഇത് ശൂദ്രർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നോ രാക്ഷസന്മാർക്ക് വേദം പറഞ്ഞു കൊടുക്കരുതെന്നോ അല്ലെങ്കിൽ ചണ്ടാളന്മാർക്ക് വേദത്തിന് അർഹതയില്ല എന്നുള്ള ഒരു നിബന്ധന വെക്കുന്നില്ല. ബ്രഹ്മലോകം പോകാൻ ആഗ്രഹിക്കുന്നവർക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വേദത്തിന് അധികാരമുണ്ട്. വേദാധികാരികളാണ്. പരമാവധി ആളുകളിലേക്ക് വേദം പരത്തുകയാണ്, വേദത്തിന്റെ ജ്ഞാനം എത്തിക്കുകയാണ് വേണ്ടത് എന്നാണ് വ്യാസൻ പറയുന്നത്. തങ്ങളുമായി സംഘർഷത്തിലേർപ്പെടുന്നവരുടെ അഥവാ ശത്രുപക്ഷത്തിന്റെ ചരിത്രത്തെ അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന ബ്രാഹ്മണ്യത്തിന്റെ ഈ ദഹിപ്പിക്കൽ രീതിക്ക് ഭാരതത്തിന്റെ ചരിത്രത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വൈദിക മതവും അതിന്റെ ചാതുർവർണ്ണ വ്യവസ്ഥയും ഭാരതത്തിൽ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിൽ വേരോടിയിരുന്ന സൈന്ധവ സംസ്കാരത്തിന്റെ മുദ്രകളെ പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ ആ സംസ്കാരത്തെ വിഴുങ്ങിക്കളഞ്ഞുകൊണ്ടാണ് വലിയ സംഘർഷത്തിന്റെയൊന്നും അടയാളം പോലും അവശേഷിപ്പിക്കാതെ ഹാരപ്പയിലെയും മൊഹഞ്ചദാരോയിലെയും സംസ്കാരത്തിന് തുടർച്ചയില്ലാതെ പോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ദൈവമായിരുന്ന പശുപതിയെ പരമശിവനാക്കി ത്രിമൂർത്തികളിൽ ഒരാളാക്കി സ്ഥാനക്കയറ്റം കൊടുത്തിട്ടും ആ ജനത ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അസ്പൃശ്യരും അധമരുമായി തുടരുകയാണ് ചെയ്തത് എന്നും ഈ പറയുന്ന കഥയുടെ കൂട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അവർ പടുത്തുയർത്തിയ നഗരങ്ങളുടെയും ഉൽപാദന രീതികളുടെയും സാംസ്കാരികമായ എല്ലാ നേട്ടങ്ങളുടെയും ഉടമകളായി മാറിയത് പിന്നീട് വൈദിക മതവും അതിന്റെ പാരമ്പര്യവുമാണ് എന്നർത്ഥം. വ്യത്യസ്തമായ പാരമ്പര്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും ചരിത്രത്തെ നിഷേധിക്കുകയും അതിനെ തകർക്കുകയും
അവയ്ക്കെതിരായിട്ട് നിരന്തരം ആശയപ്രചാരണം നടത്തുകയും ഒക്കെയാണ് യൂറോപ്യൻ സംസ്കാരത്തിൽ പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. ഒരു പ്രത്യയശാസ്ത്രത്തെ നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ അത് തോറ്റുപോയാലും നിലനിന്നിരുന്നു എന്നതിൻ്റെ തെളിവ് ചരിത്രത്തിൽ അവശേഷിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ തങ്ങളുമായി സംഘർഷത്തിലാവുകയും തങ്ങളെ തോൽപ്പിക്കാൻ മാത്രം കരുത്തു തെളിയിക്കുകയും ചെയ്തു പോരുന്ന പ്രത്യയശാസ്ത്രങ്ങളെയും ദർശനങ്ങളെയും ചിന്താപദ്ധതികളെയും ചരിത്രത്തെയുമൊക്കെ അപ്പാടെ വിഴുങ്ങിക്കളയുമ്പോൾ, അതിനെ തങ്ങളിലേക്ക് ദഹിപ്പിച്ചു കളയുമ്പോൾ അത് തീർത്തും വ്യത്യസ്തമായ ഒരു യുദ്ധമുറയായി മാറുന്നു. ഈ യുദ്ധമുറ ഇന്ത്യയുടെ ചരിത്രത്തിലും പുരാവൃത്തത്തിലും മാത്രമല്ല വർത്തമാനത്തിലും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. ആ യുദ്ധമുറയാണ് പലപ്പോഴും ബുദ്ധമതത്തിനെതിരായിട്ടും സിന്ധു നദീതട സംസ്കാരത്തിനെതിരായിട്ടുമൊക്കെ ബ്രാഹ്മണ മതം ഉപയോഗിച്ച് വരുന്നത്. പിന്നീട് അതിന് ശേഷം വന്ന ഇന്ത്യയിൽ അതിന് ശേഷമുണ്ടായ പല ചരിത്ര സന്ദർഭങ്ങളിലും സന്നിഗ്ധ ഘട്ടങ്ങളിലുമൊക്കെ തന്നെ ഈ ഒരു വിട്ടുവീഴ്ചയാണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒരു വിഴുങ്ങൽ പ്രക്രിയ നമുക്ക് കാണാൻ സാധിക്കും. ഭോരാജൻ കേനയസ്തവ്യം അജേനാഹോ സ്വിധൌഷധൈഹി ഏതൻ ന സംശയം ചിന്തി പ്രമാണം നോ ഭവാൻമത. ശാന്തിപർവത്തിലെ 324 10 അധ്യായത്തിൽ വീണ്ടും ഈ എങ്ങനെയാണ് യജ്ഞങ്ങൾ നടത്തേണ്ടത് എന്ന് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഔഷധികൾ കൊണ്ടാണോ, ചെടികളും ഇലകളും ധാന്യങ്ങളും ഒക്കെ കൊണ്ടാണോ, അതോ അജത്തെ കൊന്ന് അതിൻ്റെ മാംസം കൊണ്ടാണോ എന്നതിനെ കുറിച്ച് ദേവന്മാരും മനുഷ്യരായ ഋഷിമാരും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഉപരിചരൻ എന്ന രാജാവിനോടാണ് ഉപദേശം തേടുന്നത്. ഇത് കേട്ടപ്പോൾ വസു എന്ന് കൂടി പേരുള്ള ഉപരിചരൻ ബ്രാഹ്മണരോട് അദ്ദേഹത്തിൻ്റെ അവരുടെ അഭിപ്രായം ചോദിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. ധാന്യേർ യസ്തവ്യവിത്യേഷ പക്ഷോ അസ്മാകം നരാധിപ ദേവാനാം തു പശുപക്ഷവും മതോരാജൻ വധസ്വ ന. ധാന്യം ഉപയോഗിച്ച് യജ്ഞം നടത്തിയാൽ മതിയാകുമെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. പക്ഷേ ദേവന്മാർ അത് സമ്മതിക്കുന്നില്ല. ആ ആശയത്തോട് ദേവന്മാർ അനുകൂലമല്ല. ദേവന്മാർ പറയുന്നത് മൃഗബലി തന്നെ വേണം എന്നാണ്. മൃഗങ്ങളെ ബലി നൽകി തന്നെ വേണം യജ്ഞം നടത്താൻ എന്നാണ്. ഇക്കാര്യത്തിൽ താങ്കളുടെ തീരുമാനം എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതുപ്രകാരം ഞങ്ങൾ പ്രവർത്തിക്കുന്നതാണ് എന്നും ഋഷിമാർ പറഞ്ഞു. അപ്പൊ ദേവന്മാർ ഇഷ്ടപ്പെടുന്നത് മൃഗബലിയാണ് എന്ന് മനസ്സിലാക്കിയ വസു ദേവന്മാർക്ക് അനുകൂലമായിട്ട് പക്ഷപാതത്വം കാണിച്ചു എന്നും അത്തരത്തിൽ അഭിപ്രായം പറഞ്ഞു എന്നുമാണ് ഭീഷ്മർ പറയുന്നത്. അങ്ങനെ യജ്ഞങ്ങളിൽ മൃഗബലി വേണമെന്ന് തീരുമാനിക്കപ്പെടുകയും ചെയ്തു അത്രേ. പക്ഷെ വസുവിന്റെ തീരുമാനം അറിഞ്ഞപ്പോൾ ഋഷിമാർ ഒന്നടങ്കം ക്രുദ്ധരായി. താങ്കൾ തെറ്റായി ദേവന്മാർക്ക് അനുകൂലമായ പക്ഷപാതിത്വം കാണിച്ചതിനാൽ ഇന്നു മുതൽ താങ്കൾ സ്വർഗത്തിൽ നിന്നും താഴെ പതിക്കുമെന്ന് ഋഷിമാര് ഉപരിചരനെ ശപിക്കുന്നുണ്ട്. അപ്പൊ ദേവന്മാരുടെ താല്പര്യത്തിന് വിരുദ്ധമായി ധാന്യം ഉപയോഗിച്ച് യജ്ഞം നടത്താനാണ് ഒടുവിൽ തീരുമാനിക്കപ്പെടുന്നത്. ദേവന്മാർക്കുമേൽ മനുഷ്യർ വിജയം നേടുന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ തീരുമാനം. അഥവാ ഈ ദേവന്മാരൊക്കെയും മനുഷ്യർ തന്നെയായിരുന്നു എന്ന് തിരിച്ചും ചിന്തിക്കാം. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഘടനയാണ് ഈ കഥയ്ക്കുള്ളത്. യഥാർത്ഥത്തിൽ എന്തിനാണ് യജ്ഞം നടത്തുന്നത്? ദേവന്മാരെ പ്രീതിപ്പെടുത്താനാണ്. എന്തിനാണ് ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നത്? അങ്ങനെ മാത്രമേ ഭൂമിയിലുള്ള ജീവിതവും മനുഷ്യരുടെ മരണാനന്തര ജീവിതവും ഒക്കെ സ്വസ്ഥമായിരിക്കുകയുള്ളൂ. മോക്ഷം അങ്ങനെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ദേവന്മാരെന്ന് പറയുന്നത് ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു ശ്രേണിയിൽപ്പെട്ട ആളുകളാണ്. എന്നാൽ ഇവിടെ നോക്കൂ, ദേവന്മാർക്ക് എന്തുകൊണ്ടാണ് യജ്ഞം നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അതൊരു രാജാവാണ്. ഉപരിചരൻ എന്ന് പറയുന്ന മനുഷ്യനായിട്ടുള്ള ഒരു രാജാവാണ്. അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആരാണ്? മനുഷ്യരായിട്ടുള്ള ഋഷിമാരാണ്, ബ്രാഹ്മണരാണ്. അവസാനം തീർപ്പ് കൽപ്പിക്കുന്നത് ദേവന്മാരുടെ ഇഷ്ടത്തിന് അനുസരിച്ചല്ല, ഋഷിമാരുടെ ഇഷ്ടത്തിന് അനുസരിച്ചാണ്. ഈ കഥയൊക്കെ കൂടെ നങ്കൂരമിടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്. ആ സ്ഥലം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് മൃഗബലി വന്നത്? ഒരു രാജാവിൻ്റെ തെറ്റായ തീരുമാനം അനുസരിച്ച് വന്നതാണ് മൃഗബലി. വസു എന്ന് പറയുന്ന ഉപരിചരൻ എന്നുകൂടെ പേരുള്ള ഒരു രാജാവിൻ്റെ തെറ്റായ തീരുമാനം, അയാൾ ദേവന്മാർക്ക് അനുകൂലമായിട്ട് നിഷ്പക്ഷമായിട്ട് തീരുമാനമെടുക്കാതെ പക്ഷപാതിത്വം കാണിച്ചു. അങ്ങനെ അയാളെടുത്ത ഒരു തെറ്റായ തീരുമാനം കൊണ്ടാണ് മൃഗബലി വന്നിരിക്കുന്നത്. അതിൻ്റെ ശിക്ഷയും ഉപരിചരൻ അനുഭവിച്ചു കഴിഞ്ഞു. അയാൾക്ക് സ്വർഗത്തിൽ നിന്നും താഴെ പോരേണ്ടി വന്നു. അതുകൊണ്ട്
അത് തിരുത്തേണ്ടതാണ്. എന്താണ് ഈ കഥ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം? യജ്ഞത്തിൽ നിന്ന് മൃഗബലിയെ ഒഴിവാക്കണമെന്ന് ഒരു പ്രത്യേക ചരിത്ര സന്ദർഭങ്ങളിൽ ബ്രാഹ്മണ മതത്തിന് തീരുമാനിക്കേണ്ടി വന്നപ്പോൾ അതിനെ ന്യായീകരിക്കേണ്ട, ആ പ്രവൃത്തിയെ ന്യായീകരിക്കേണ്ട ഒരു ചുമതല കൂടി, വലിയ ചുമതല കൂടി ഈ മതത്തിന് വന്നു, ബ്രാഹ്മണ വൈദിക മതത്തിന് വന്നു. കാരണം എത്രയോ കാലമായിട്ട് ചെയ്തു പോരുന്ന ഒരു പ്രക്രിയയെ, ഒരു അനുഷ്ഠാനത്തെ, ഒരു രീതിയെ മാറ്റി തീർക്കണം. അപ്പൊ വെറുതെ ജീവിച്ചിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാര് യുക്തിപൂർവ്വം ചിന്തിച്ചു, ഞങ്ങൾ ഇനി ഇത് വേണ്ടാൻ തീരുമാനിച്ചു, ഇപ്പൊ ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ ബുദ്ധമതവുമായിട്ട് നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ല, ആളുകൾ മുഴുവൻ ബുദ്ധമതത്തിലേക്ക് ഒഴുകിപ്പോവും, അതുകൊണ്ട് നമുക്കിപ്പോ ഈ ബലി നിർത്താം എന്ന് പറഞ്ഞാൽ അത് എല്ലാ ആളുകൾക്കും സ്വീകരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. വിശ്വാസത്തിന്റെ അങ്ങേ തലയിൽ നിൽക്കുന്ന കുറെ മനുഷ്യരുണ്ടാവും. ആ മനുഷ്യർക്ക് ഇത് സ്വീകരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അവർക്കും കൂടെ സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ എന്തു വേണം? ഒരു പുരാവൃത്തത്തെ സൃഷ്ടിച്ച് ഒരു ന്യായീകരണം കണ്ടെത്തണം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ പലപ്പോഴും ഹിന്ദുത്വം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ബ്രാഹ്മണ മതത്തിന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ ചരിത്രത്തിൽ ഉടനീളം, നമ്മുടെ വർത്തമാനകാലത്തെ ചരിത്രത്തിൽ പോലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു സമരത്തിന്റെ ഒരു ചില ഘട്ടങ്ങളിലൊക്കെ സാമൂഹ്യ പരിഷ്കരണം ബ്രാഹ്മണ മതത്തിന്റെ ഒരു അജണ്ടയായിട്ട് വരുന്നുണ്ട് പലപ്പോഴും. അപ്പൊ അങ്ങനെ അജണ്ടയായിട്ട് വരുന്ന സമയത്ത് അത് പുരാവൃത്തങ്ങളിലൂടെ സ്ഥാപിക്കപ്പെടാത്തത് കൊണ്ട് ബ്രാഹ്മണ മതത്തിന്റെ ഉള്ളിൽ തന്നെ പ്രബലമായിട്ട് രണ്ട് ചേരികൾ വരുന്നു. അതിൽ ഒരു ചേരി യാഥാസ്ഥിതികരുടെ ചേരിയാണ്, മറ്റൊന്ന് നവചിന്തകളുടെ ഒരു ചേരിയായിട്ട് മാറുന്നു. ഉദാഹരണത്തിന് അസ്പൃശ്യരായിട്ടുള്ള ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? തൊടാൻ പാടില്ലാത്ത കുറെ ആളുകളുണ്ട്. ഒരു വലിയ വിഭാഗം മനുഷ്യരെ തൊടാൻ പാടില്ലാത്ത, തൊട്ടുകൂടാത്ത ആളുകളാക്കി മാറ്റി നിർത്തി ജനാധിപത്യത്തിന്റെ കാലത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അപ്പൊ അത് പറ്റില്ല. അസ്പൃശ്യരായ ആളുകളെ കൂടി ഇപ്പൊ നമുക്ക് ആവശ്യമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ അവരെ കൂടെ കണ്ണി ചേർക്കേണ്ടതുണ്ട്. അവരും കൂടെ സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടി, ആ നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും മുന്നണി പടയാളികളായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും മുന്നിലുള്ള ഫലം ലഭിക്കുന്ന ആളുകളായിട്ട്, ഫലം ആസ്വദിക്കാനുള്ള ആളുകളായിട്ട് ബ്രാഹ്മണർ മാറിയാൽ മതി. അപ്പൊ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഘടന എങ്ങനെയാണല്ലോ, ബ്രാഹ്മണർ ഏറ്റവും മുകളിലും, പിന്നെ ക്ഷത്രിയരും, വൈശ്യരും, ശൂദ്രരും, ചണ്ടാളരും, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിന്റെ താഴോട്ടുണ്ട്. പുതിയൊരു സാമൂഹ്യ ക്രമത്തിൽ അസ്പൃശ്യത എന്ന് മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഈ അധികാര ഘടനയെ നിലനിർത്താൻ പറ്റുമോ? അതൊരു പ്രധാന പ്രശ്നമാണ്. അതേപോലെയാണ് ഇപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, വിധവാ വിവാഹം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിനെ ന്യായീകരിക്കേണ്ടി വരുന്നു. ജനാധിപത്യത്തിന്റെ ലോകത്ത് വെച്ച് അതിനെ ന്യായീകരിക്കേണ്ടി വരുന്നു, പഴയ പാരമ്പര്യത്തെ നിഷേധിക്കേണ്ടി വരുന്നു. അപ്പോൾ പാരമ്പര്യവാദികളും നവോത്ഥാന ചിന്താഗതിക്കാരും തമ്മിൽ വലിയ ഒരു ഏറ്റുമുട്ടൽ സംഭവിക്കും. അപ്പൊ ആ ഏറ്റുമുട്ടൽ വരുന്ന സമയത്ത് നവീന ചിന്താഗതിക്കാർക്ക്, പരിഷ്കരണം വേണമെന്ന് വാദിക്കുന്നവർക്ക് പറഞ്ഞു നിൽക്കാൻ ചില പുരാവൃത്തങ്ങൾ വേണ്ടിവരും. കഥയ്ക്കുള്ളിൽ ചില പുരാവൃത്തങ്ങൾ വേണ്ടിവരും. ഇത്തരം ഒരു സന്ദർഭമാണ് ഇവിടെ ഇത്തരം ഈ ഉപരിചരന്റെ കഥ പോലെയുള്ള കഥകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ കപിലനും ശൂമരശ്മിയും തമ്മിലുള്ള ചർച്ചയെ പോലുള്ള കഥകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ന്യായീകരണം ഉണ്ടാക്കിയെടുക്കുകയാണ്. മൃഗബലി എന്ന് പറയുന്നത് ഒരു രാജാവിന്റെ തെറ്റായ തീരുമാനം അനുസരിച്ച് സംഭവിച്ചു പോയ കാര്യമാണ്, അത് തിരുത്തേണ്ടതാണ്. അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദേവന്മാർക്ക് വേണ്ടിയാണ് ഈ യജ്ഞമെന്നും, ഒരാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ യജ്ഞം നടത്തുമ്പോൾ അവർക്ക് വേണ്ടതല്ലേ, ഇഷ്ടമല്ലല്ലേ കൊടുക്കാം. അതിന്റെ ലോജിക്ക് അവിടെ തെറ്റുന്നു. ദേവന്മാരെല്ലാവരും കൂടെ പറയുന്നത് യജ്ഞത്തിൽ മൃഗബലി വേണമെന്നാണ്. പക്ഷേ ആ മൃഗബലി അനുവദിച്ചു കൊടുക്കാൻ മഹർഷിമാർ തയ്യാറാവുന്നില്ല, ഋഷിമാർ തയ്യാറാവുന്നില്ല. ഇവിടെ ദേവൻ എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക? ദേവൻ എന്ന് പറയുന്നത് പഴയ ആചാരങ്ങളെ, വേദങ്ങളെ, അതിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദേവഹിതം എന്ന് പറയുന്നത് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? വേദങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം മൃഗബലി വേണ്ട എന്ന് വെക്കുന്ന അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നില്ല യജ്ഞവാദികൾക്ക് അല്ലെങ്കിൽ വൈദിക മതത്തിന്. കാരണം മൃഗബലിയുടെ ഒരുപാട് വിശദാംശങ്ങൾ വേദങ്ങളിലടക്കം കൊടുക്കുന്നുണ്ട്. ഇപ്പം മഹാഭാരതത്തിൽ തന്നെ അശ്വമേധയാഗം നടക്കുന്ന സമയത്ത് സ്തൂപങ്ങൾ നാട്ടുന്നതിൻ്റെയും 18 സ്തൂപങ്ങൾ നാട്ടുന്നതിൻ്റെയും ആ സ്തൂപങ്ങളിൽ മൃഗങ്ങളെ കൊല്ലുന്നതിൻ്റെയും ഓരോ ദേവനും അർച്ചന നടത്തുന്നതിൻ്റെ ഒക്കെ വലിയ വിശദാംശങ്ങളുണ്ട്. ബലി നടത്തിപ്പെടുമ്പോൾ, ശ്രാദ്ധം നടത്തുന്ന സമയത്ത് ഓരോ മൃഗത്തെയും കൊന്നിട്ട് ബലി നടത്തിയാൽ എത്ര കാലം പിതൃക്കള് സംതൃപ്തരാവും എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പഴയ കൃതികളിൽ ഉടനീളം
ഈ മൃഗബലിയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് പെട്ടെന്ന് മൃഗബലി വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു സംഘർഷം മഹാഭാരതത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പല പല കഥകളിലായിട്ട് അതിനെ തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച കഥ വീണ്ടും എടുത്തിട്ട് ഉപരിചരന്റെ കഥയിലൂടെ വീണ്ടും അത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദേവന്മാർക്ക് മേൽ മനുഷ്യർ വിജയം നേടുന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ തീരുമാനം നമുക്ക് കാണാൻ സാധിക്കും. കാരണം ദേവന്മാരെല്ലാവരും പറയുന്നത് മൃഗബലി വേണമെന്നാണ്. ഇവിടെ മനുഷ്യരുടെ പ്രശ്നം സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ആ മൃഗബലിയുമായിട്ട് ഇപ്പം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരവസ്ഥ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അഥവാ ഈ ദേവന്മാരൊക്കെയും മനുഷ്യർ തന്നെയായിരുന്നു എന്ന് തിരിച്ചും ചിന്തിക്കാം. നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞതാണ്, ദേവന്മാരെന്ന് നമ്മുടെ പുരാവൃത്തങ്ങളൊക്കെ കാണുമ്പോൾ അത് ലോകം സൃഷ്ടിക്കുകയും ഈ മനുഷ്യരെ ആകെ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത വിശാലമായ അർത്ഥത്തിലുള്ള ഒരു ദൈവ സങ്കല്പം നമുക്ക് കിട്ടില്ല. ദേവേന്ദ്രൻ എന്നോ അല്ലെങ്കിൽ ദേവന്മാരെന്നൊക്കെ പറയുന്ന സമയത്ത് മനുഷ്യരെ പോലെ തന്നെ കലഹിക്കുകയും തർക്കിക്കുകയും സ്ത്രീകളെ കണ്ടാൽ ഭ്രമിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർ തന്നെയായിട്ടുള്ള ആളുകളാണ്. ഒരു പക്ഷേ ഒരു ഉയർന്ന തരത്തിലുള്ള മനുഷ്യരെ അല്ലെങ്കിൽ ബ്രാഹ്മണരായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് ജനിച്ചു എന്നൊക്കെ പറയുന്ന ബ്രാഹ്മണരായിട്ടുള്ള മനുഷ്യരെ തന്നെയാണ് ദേവന്മാരായിട്ട് പലപ്പോഴും ഈ കഥയിൽ കൊണ്ടുവരുന്നതെന്ന് അർത്ഥം. ഈ ദേവന്മാരൊക്കെ മനുഷ്യർ തന്നെയായിരുന്നു തിരിച്ചും ചിന്തിക്കുക. എന്താണ് യഥാർത്ഥത്തിലുള്ള അർത്ഥം? പരമ്പരാഗതമായി ചെയ്തു പോരുന്ന ആചാരമായിരിക്കണം മൃഗങ്ങളെ കൊന്ന് യജ്ഞം നടത്തുക എന്നത്. പക്ഷേ ഇപ്പോൾ പുതിയൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സമൂഹത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും മൃഗബലിയെ പല പല കാരണങ്ങളാൽ എതിർക്കുന്നു. ഇനിയും മൃഗബലിയുമായിട്ട് മുന്നോട്ട് പോയാൽ ജനങ്ങൾ ഒന്നാകെ വൈദിക മതത്തെ ഉപേക്ഷിച്ച് ബുദ്ധമതത്തിലേക്കോ മറ്റേതെങ്കിലും മതത്തിലേക്കോ ഒക്കെ പോകുമെന്നും വൈദിക മതവും അതിൻ്റെ യജ്ഞസംസ്കാരവും അപ്രസക്തമാകുമെന്നുമുള്ള അവസ്ഥ വന്നിരിക്കുന്നു. യജ്ഞങ്ങളും യാഗങ്ങളും ഇല്ലാതെയായാൽ സമൂഹത്തിൽ ഏറ്റവും വലിയ അധികാരസ്ഥാനത്തിരിക്കുകയും ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു പണിയും ചെയ്യാതെ ജീവിക്കുകയും ചെയ്യുന്ന ബ്രാഹ്മണർക്ക് പണിയെടുത്ത് ജീവിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് പഴയ ആചാരങ്ങൾ അനുവദിച്ചാലും ഇല്ലെങ്കിലും യജ്ഞങ്ങളിൽ നിന്ന് മൃഗബലി ഒഴിവാക്കിയേ തീരൂ എന്നർത്ഥം. പഴയ ആചാരങ്ങളെയാണ് ഇവിടെ ദേവപ്രീതിയായും ദേവന്മാരുടെ അഭിപ്രായമായും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി ബ്രാഹ്മണർ കൈക്കൊള്ളുന്ന തീരുമാനത്തെ ഋഷിമാരുടെ അഭിപ്രായമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ദേവന്മാരുടെ താല്പര്യത്തിന് വിരുദ്ധമായി ധാന്യം ഉപയോഗിച്ച് യജ്ഞം നടത്താനാണ് ഒടുവിൽ തീരുമാനിക്കപ്പെടുന്നത്. ദേവന്മാർക്കു മേൽ മനുഷ്യർ വിജയം നേടുന്നതിന്റെ തെളിവായിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് കാണാം. അഥവാ ഈ ദേവന്മാരൊക്കെ മനുഷ്യർ ആയിരുന്നു എന്ന് നേരത്തെ പറഞ്ഞ പോലെ പറയുകയും ചെയ്യാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, യജ്ഞങ്ങൾ ഇല്ലാതെ പോയാൽ എന്താ സംഭവിക്കുക? യജ്ഞങ്ങൾ ഇല്ലാതെ പോയാൽ ക്ഷത്രിയ രാജാക്കന്മാർക്ക് വലിയ കുഴപ്പമൊന്നും വരാനില്ല. അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ള യജ്ഞം നടത്തിയാലേ യുദ്ധം ജയിക്കൂ എന്നുള്ളതാണ്. അത് കുറച്ചു കാലം കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും യുദ്ധം ജയിക്കുന്നു തോൽക്കുന്നു യജ്ഞം ഇല്ലെങ്കിൽ നടക്കുന്നുള്ളത്. വൈശ്യർക്ക്, കൃഷിക്കാരായിട്ടുള്ള വൈശ്യർക്ക് യാതൊരു ദോഷവും വരാനില്ല. ശൂദ്രർക്ക് ഒരു ദോഷവും തരാനില്ല. അസുരന്മാർക്കോ ചണ്ടാളന്മാർക്കോ നിഷാദന്മാർക്കോ രാക്ഷസന്മാർക്കോ ഒരു ദോഷവും വരാനില്ല യജ്ഞമില്ലെങ്കിൽ. ആർക്കാ ദോഷം വരിക? ബ്രാഹ്മണർക്കാണ്. അപ്പൊ മൃഗബലി കൊണ്ട് ആളുകൾ മുഴുവൻ യജ്ഞത്തിനെതിരായിട്ട് നിൽക്കുന്ന സമയത്ത് മൃഗബലിയല്ല നിലനിർത്തേണ്ടത്, യജ്ഞത്തെയാണ്. ആ യജ്ഞത്തെ നിലനിർത്തി മൃഗബലി ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ത്യാഗമൊന്നുമല്ല ബ്രാഹ്മണർ ചെയ്യുന്ന അർത്ഥം. മൃഗബലി വേണ്ടാന്ന് വയ്ക്കുന്നത് ഹിംസയോടുള്ള വലിയ എതിർപ്പ് കൊണ്ടോ അഹിംസാവാദികളായിട്ട് പെട്ടെന്ന് മാറിയത് കൊണ്ടോ ഒന്നുമല്ല, നിവൃത്തികേട് കൊണ്ടാണ്. ഇപ്പം മൃഗബലി ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ യജ്ഞം തന്നെ ഇല്ലാതായി പോകും എന്നുള്ള നിവൃത്തികേട് കൊണ്ടാണ്. യജ്ഞം ഇല്ലാതെയായി പോയാൽ ഏറ്റവും വലിയ ദോഷം സംഭവിക്കുന്നത്, സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാവുന്നത്, സമൂഹത്തിലെ അധികാരം നഷ്ടപ്പെടുന്നത്, ജീവിതമാർഗം നഷ്ടപ്പെടുന്നത് ബ്രാഹ്മണർക്കാണ്. മഹാഭാരതത്തിന്റെ മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ ഇതേ കഥ വേറൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ ഒരു സന്ദർഭം പറഞ്ഞിട്ടുണ്ട്. കുരു രാജ്യത്ത് നിരവധി വർഷം കൃഷി ചെയ്തുകൊണ്ട് രാജാക്കന്മാർ കഴിയുന്ന സമയത്ത് ദേവേന്ദ്രൻ വന്നിട്ട് അവരെ യജ്ഞം നടത്താനും പൂജ ചെയ്യാനും ഒക്കെ നിർബന്ധിക്കാം. അപ്പോൾ അവർ പറയുമ്പോൾ ഞങ്ങൾക്ക് യജ്ഞത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് മോക്ഷത്തിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ കൃഷി ചെയ്ത് ജീവിച്ചാൽ തന്നെ ഞങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് പറയുമ്പം അത് ബാക്കി എല്ലാ ആൾക്കാർക്കും പിന്നെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ദേവന്മാർക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ദേവന്മാർക്ക് യജ്ഞഭാഗം കിട്ടാതെ ആയിപ്പോവും. അതുകൊണ്ട് ദേവന്മാർ പലപ്പോഴായിട്ട് കുതന്ത്രം പ്രയോഗിച്ച് പല പല കുതന്ത്രങ്ങളിലൂടെ ആ രാജാക്കന്മാരെ നിർബന്ധിച്ച് യജ്ഞത്തിലേക്ക് കൊണ്ടുവരികയാണ്.
കൃഷി ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മോക്ഷം നേടുന്നത് ശരിയല്ല, യജ്ഞം അനുഷ്ഠിക്കണം എന്ന് വെച്ച് അവരെ യജ്ഞത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവിടെ ദേവന്മാർക്ക് നഷ്ടം എന്നും ദേവഭാഗം നഷ്ടപ്പെടുമെന്നൊക്കെ പറയുന്നത് ഭൂമിയിലുള്ള യഥാർത്ഥ പ്രശ്നമായിട്ട് ചിന്തിച്ചു നോക്കുമ്പം ദേവന്മാർക്കല്ല ഭാഗം നഷ്ടപ്പെടുന്നത്. ദേവഭാഗം എന്ന് പറയുന്നത് ദേവന്മാർക്ക് കിട്ടുന്ന പങ്കല്ല, ബ്രാഹ്മണർക്ക് കിട്ടുന്ന പങ്ക് തന്നെയാണ്. ബ്രാഹ്മണർക്കാണ് നഷ്ടം സംഭവിക്കുന്നത് എന്നർത്ഥം. ന ബിഭേദി പരോ യസ്മാൻ ന ബിഭേദി പരാച്ചയ യശ്ച നേച്ഛതി നേ ദ്വേഷ്ടമി നേ ദ്വേഷ്ടി ബ്രഹ്മ സമ്പദ്യതേ തഥാ യഥാ ഭാവം ന ഗുരുതേ സർവഭൂതേഷു പാപകം കർമ്മണ മനസാ വാച ബ്രഹ്മ സമ്പദ്യതേ തഥാ. മറ്റാർക്കും പേടി തോന്നാത്ത തരത്തിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ, മറ്റാരെയും അയാൾക്ക് പേടി തോന്നും ഇല്ലെങ്കിൽ, ആഗ്രഹത്തെയും വെറുപ്പിനെയും അതിജീവിക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അഥവാ ഒരാൾ ഒന്നും ഇച്ഛിക്കുകയോ ഒന്നിനെയും ദ്വേഷിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ ബ്രഹ്മാവസ്ഥയെ പ്രാപിച്ചു എന്ന് പറയാം എന്നാണ് ജനകൻ ഉപദേശിക്കുന്നത്. ബ്രഹ്മാവസ്ഥ അഥവാ മോക്ഷം എന്നത് മരണശേഷം ആർജിക്കേണ്ട ഒരു പ്രത്യേക സ്ഥാനമല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് എത്തിച്ചേരാവുന്ന ഒരു അവസ്ഥയാണ് എന്ന് സ്ഥാപിക്കുന്നുണ്ട് ഈ ശ്ലോകത്തിലൂടെ ജനകൻ. നിങ്ങളെ മറ്റാർക്കും പേടിയുണ്ടാവേണ്ടില്ലെങ്കിൽ, ആർക്കും നിങ്ങളൊരു ഉപദ്രവം ചെയ്യുന്നില്ലെങ്കിൽ ആരും നിങ്ങളെ പേടിക്കില്ലല്ലോ. അതുപോലെ നിങ്ങൾക്കും മറ്റാരെയും പേടി ഇല്ലെങ്കിൽ, നിങ്ങൾ ഒന്നും ഇച്ഛിക്കുകയോ ഒന്നും ദ്വേഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ബ്രഹ്മാവസ്ഥയെ പ്രാപിച്ചു എന്നാണ്, ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ബ്രഹ്മാവസ്ഥയെ പ്രാപിച്ചു എന്നാണ് ജനകൻ സ്ഥാപിക്കുന്നത്. അങ്ങനെ ബ്രഹ്മാവസ്ഥയെ പ്രാപിച്ച ഒരു മനുഷ്യന്റെ കഥയാണ് മഹാഭാരതത്തിന്റെ അവസാനം കീരിയോ എന്ന് പറയുന്നത് യുധിഷ്ഠിരനോട്, നിങ്ങൾ ഈ വലിയ അശ്വമേധയാഗമൊക്കെ നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഒരു ബ്രാഹ്മണൻ അയാൾക്ക് നിലത്ത് നിന്നും പെറുക്കി കിട്ടിയ കതിരിന്റെ മണിയിൽ കൊണ്ട് അനുഷ്ഠിച്ച ഒരു പിതൃപൂജയുണ്ടല്ലോ, ഒരു പൂജയുണ്ടല്ലോ, ആ പൂജയിൽ നിന്ന് കിട്ടിയ പുണ്യം പോലും നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന സമയത്ത് ഈ ഒന്നിനെയും ഇച്ഛിക്കാതെയും ഒന്നും ആഗ്രഹിക്കാതെയും ആരെയും ദ്വേഷിക്കാതെയും ആർക്കും താൻ ഭയത്തിന് കാരണക്കാരനാകാതെയും ജീവിക്കുന്ന നിസ്വാർത്ഥനായ ഒരു മനുഷ്യന്റെ ബ്രഹ്മാവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്ന അർത്ഥം. മനുഷ്യരുടെ പ്രയത്നമാണോ അതോ വിധിയാണോ കൂടുതൽ കരുത്തുള്ളത്? ഏതാണ് ജീവിതത്തെ നിർണ്ണയിക്കുന്നത്? വിധിയെ പ്രയത്നം കൊണ്ട് മറികടക്കാൻ സാധിക്കുമോ എന്നീ ചോദ്യങ്ങളാണ് പിന്നീട് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വസിഷ്ഠനും ബ്രഹ്മാവും തമ്മിൽ പണ്ട് നടന്നൊരു സംവാദമാണ് ഭീഷ്മരുടെ ഉദ്ധരിക്കുന്നത്. മനുഷ്യരുടെ ഈ ജന്മത്തിലെ കർമ്മമാണോ അതോ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിന്റെ ഫലമായി ആർജിക്കുന്ന വിധിയാണോ കൂടുതൽ ശക്തം എന്ന് വസിഷ്ഠൻ ഒരിക്കൽ ബ്രഹ്മാവിനോട് ചോദിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ. കാരണം നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഒരാൾ ജനിക്കുന്ന സമയം, അയാളുടെ ഗ്രഹനില, അയാളുടെ നക്ഷത്രനില, ഇതൊക്കെയാണ് അയാളുടെ ഭാവി തീരുമാനിക്കുന്നത്. അപ്പോൾ അയാൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളോ പുണ്യങ്ങളോ ഒക്കെ ആയിരിക്കും ഇയാൾ ഈ പ്രത്യേക സമയത്ത് കൊണ്ട് ജനിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അയാളുടെ വിധിയാണ് എല്ലാം നിശ്ചയിക്കുന്നത് കണ്ടിച്ചാൽ അയാൾക്ക് ഈ ജന്മത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ആ വിധി അനുസരിക്കാൻ മാത്രമേ ചെയ്യാനുള്ളൂ. അതല്ല, മനുഷ്യന്റെ പ്രയത്നമാണെങ്കിലോ വിധിക്ക് സ്ഥാനമില്ല എന്നർത്ഥം. നിങ്ങൾ ഏത് സമയത്ത് ജനിച്ചാലും ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും നിങ്ങളുടെ വിധി എന്താണെങ്കിലും മാറ്റി തീർക്കാൻ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് സാധിക്കും എന്നർത്ഥം. ഏതാണ് ശരി എന്നത് യുക്തിയും വിശ്വാസവും തമ്മിലുള്ള വലിയൊരു തർക്കത്തിന്റെ പ്രശ്നം കൂടിയാണ്. യുക്തിപൂർവ്വം ജീവിക്കുന്ന മനുഷ്യനും വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനും തമ്മിലുള്ള വലിയൊരു തർക്കമാണ് ഇവിടെ യുധിഷ്ഠിരൻ ഭീഷ്മരുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതിന് വസിഷ്ഠനുമായിട്ട് നടന്ന ഒരു ചർച്ചയാണ് ഇവിടെ അദ്ദേഹം, ബ്രഹ്മാവും വസിഷ്ഠനും തമ്മിൽ നടന്ന ചർച്ചയാണ് ഉത്തരമായിട്ട് പറയുന്നത്. നാ ബീജം ജായതേ കിഞ്ചൻ ന ബീജേന വിനാഫലം ബീജാത് ബീജം പ്രഭാവതി ബീജാത് ഏവ ഫലം സ്മൃതം യാദൃശം ഭവതേ ബീജം ക്ഷേത്രം ആസാധ്യ കർഷക സുഹൃതോ ദുഷ്കൃതേവാപി താദൃശം ലഭതേ ഫലം തഥാ പുരുഷകാരേണ വിനാ ദൈവം ന സിദ്ധ്യതി ക്ഷേത്രം പുരുഷകാരസ്തു ദൈവം ബീജം ഉദാഹൃതം ക്ഷത്രബീജ സമായോഗാ തഥ സസ്യ സമൃദ്ധതേ. ഒരു സമന്വയത്തിന്റെ ദർശനമാണ് ഇവിടെ ഭീഷ്മര് പറയുന്നത്. അഥവാ ബ്രഹ്മാവും വസിഷ്ഠനും തമ്മിലുള്ള തർക്കത്തിൽ അവതരിപ്പിച്ചു എന്ന് പറയുന്നത് ബീജം ഇല്ലാതെ ഒന്നും വളരുന്നില്ല, ബീജമില്ലാതെ ഒരു ഫലവും ഉണ്ടാവുകയില്ല, ബീജത്തിൽ നിന്നാണ് വീണ്ടും ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ബീജത്തിൽ നിന്ന് ഫലവും ഉണ്ടാകുന്നു. ബീജം മോശമായാൽ അതിൽ നിന്ന് വളരുന്ന ചെടിയും മോശമായിരിക്കും. കർഷകൻ കൃഷിയിടത്തിൽ വിതയ്ക്കുന്ന വിത്ത് ഏതാണോ അതിനനുസരിച്ച് സുകൃതമോ ദുഷ്കൃതമോ ആയ ഫലങ്ങൾ അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ
അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് ഈ തർക്കം, ഈ വിധിയാണോ പ്രധാനം, മനുഷ്യൻ്റെ കർമ്മമാണോ തീരുമാനിക്കുന്നത് എന്നുള്ള ആ തർക്കത്തിനെ കുറിച്ച് അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം.